എഫേഷ്യൻസ് 2-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് മരിച്ചവരായിരുന്നപ്പോൾ എന്താണ് നമുക്ക് സംഭവിച്ചിരുന്നതെന്ന് ഒരു വിശദീകരണമുണ്ട്. നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഞാൻ വായിക്കാം. ഓക്കെ. 1-ാം വാക്യം പറയുന്ന അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരെ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ഉയർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെ, അത് എഴുതിയിരിക്കുന്നത് കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. കാലം, ടൈം, ഗതി, ഡയറക്ഷൻ ഓഫ് ടൈം. സമയത്തിന്റെ ടൈംസ് മുമ്പോട്ട് പോകുന്ന ഒരു ഗതിയുണ്ട്. ആ ഗതി അനുസരിച്ചാണ് നമ്മൾ നടന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പം കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകം മുമ്പോട്ട് പോകുന്ന വഴി, ടൈം അനുസരിച്ച് ലോകത്തിന് വരുന്ന മാറ്റം, അതാണ് നമ്മൾ അനുസരിച്ചു കൊണ്ടിരുന്ന തത്വം. ഇനി അതിന്റെ പുറകെ പറയാണ്, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. സോ വി ഫോളോഡ് ദ കോഴ്സ് ഓഫ് ദ വേൾഡ് ബിഫോർ വി വെർ ബോൺ അഗെയിൻ. അപ്പൊ നമ്മൾ ഇന്നലത്തെ മെസ്സേജ് മറന്നു പോകരുത്. ഇഫ് യു ഡോണ്ട് ഹാവ് എ ക്രൈസ്റ്റ് സെന്റേർഡ് പെർസ്പെക്റ്റീവ്, ഇഫ് യു ഹാവ് ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ആൻഡ് ഇഫ് യു ആർ നോട്ട് ലിവിംഗ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, യു ആർ നോട്ട് ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ടുഡേസ് മെസ്സേജ്. ഇന്നലത്തെ മെസ്സേജിന്റെ ബാക്കിയായിട്ടേ ഇത് ചിന്തിക്കാവൂ. ഓക്കെ, അതല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു തത്വചിന്തയായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ലോകത്തിന്റെ ഗതി, ടൈമിന്റെ ഗതി, കാലത്തിന്റെ ഗതി. കാലത്തിന്റെ ഗതി എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മലയാളത്തിലെ ആ ട്രാൻസ്ലേഷൻ ഈസ് റിയലി ഗുഡ്. ആകാശത്തിലെ അധികാരം, ഈ എഫേസ്യ ലേഖനത്തിൽ ഒരു പ്രധാനപ്പെട്ട തീമാണ് ആകാശത്തിലെ അധികാരം എന്ന് പറയുന്നത്. 6-ാം അധ്യായത്തിൽ നമ്മൾ ഈ ആത്മീക പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. 12-ാം വാക്യം 6-12, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം ഇതിനെയൊക്കെ ശാസിച്ചാൽ മതി നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ? അതായത് പോരാട്ടത്തെ എങ്ങനെ ജയിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ ബോംബെയുടെ മുകളിൽ വ്യാപരിക്കുന്ന ലോകാധിപതി, അന്ധകാര ശക്തി, ദേശാധിപ ശക്തി ശാസിക്കുന്നല്ലാതെ ഇതെങ്ങും പോകുന്നൊന്നുമില്ല. കാരണം ദൈവം അതിന് കൊടുത്തൊരു ടൈമുണ്ട്, അതുവരെ അത് ഓരോ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ ദേശാധിപതിക്കൊന്നും കർത്താവിലുള്ള അനുഗ്രഹങ്ങളെ തടയാൻ പറ്റിയില്ല, ക്രിസ്തുവിലുള്ള അനുഗ്രഹത്തെ തടയാൻ പറ്റിയില്ല. അതൊക്കെ ക്രൂശിന് മുമ്പായിരുന്നു. ഇപ്പൊ നമ്മൾ ധൈര്യമായിട്ട് പിതാവിന്റെ സന്നിധിയിലോട്ട് കയറി നിൽക്കുന്നവൻ എന്ത് ദേശാധിപതി? ഇതെല്ലാം കർത്താവിന്റെ ക്രൂശിൽ തീർന്നു. അതുണ്ട്, പക്ഷെ അതിന് അധികാരമില്ല. പക്ഷെ എന്താണ് ഈ എഫേസ്യ ലേഖനത്തിൽ ഉദ്ദേശിക്കുന്ന ലോകത്തിന്റെ അധിപതി? എന്താണ് ലോകത്തിന്റെ തത്വം? എന്താണ് ലോകത്തിന്റെ കോഴ്സ്? ടൈം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ കാരണന്മാരൊക്കെ എപ്പോഴും പറയുന്ന കാര്യം, ഞങ്ങളുടെ കാലമായിരുന്നു മനോഹരമായ കാലം. സത്യം പറഞ്ഞ ഞാനും പലപ്പോഴും എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാലമായിരുന്നു ബെസ്റ്റ് കാലം. ഇതിന് ഒരു പക്ഷെ അത് ശരിയാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. പക്ഷെ ഓരോരുത്തർ കാണുന്ന കാഴ്ചയുടെ വ്യത്യാസമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ടൈമിന് ഒരു ഗ്രോത്ത് ഉണ്ട്. ടൈം ഒരു കോഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ടൈമിന്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ടൈമിന് ഡയറക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ കോഴ്സ് ഓഫ് ടൈം. ടൈം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം? ടൈം പോകുന്നത് ഒരു ഡിസ്ട്രക്ഷനിലേക്കാണ്, ഒരു നാശത്തിലേക്കാണ് ഈ സമയം പോകുന്നത്. ബൈബിൾ പറയുന്നതനുസരിച്ചും ശാസ്ത്രം പറയുന്നതനുസരിച്ചും ടൈമിന് ഒരു ബിഗിനിങ്ങും എൻഡിങ്ങും ഉണ്ടാകാം. ടൈം വിൽ എൻഡ്, ടൈം ബിഗാൻ, ടൈം വിൽ എൻഡ്. ദൈവം ആദ്യം സൃഷ്ടിച്ചത് സമയത്തെയാണ്. ഈ സമയം ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് തുടക്കത്തിൽ. അതിനു മുമ്പ് തുടക്കമല്ല, അതിനു മുമ്പ് നിത്യതയാണ്. ദൈവം എന്ത് ചെയ്യുന്നു? ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ കൂടെ എന്തെല്ലാം സ്റ്റാർട്ട് ചെയ്തു? സ്പേസ് ആൻഡ് ദ മാറ്റർ. ആകാശവും ഭൂമിയും, ടൈം, സ്പേസ് ആൻഡ് മാറ്റർ. ഇങ്ങനെയാണ് ദൈവ സൃഷ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ടൈമിന് ഒരു എൻഡ് ഉണ്ട്.
ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര ശാസ്ത്രജ്ഞനായിരുന്നു. പുള്ളി ആപേക്ഷികതാ സിദ്ധാന്തം, റിലേറ്റിവിറ്റി തിയറി പോയി പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി ലെക്ചർ ചെയ്യുമായിരുന്നു. അന്ന് ഈ ടി വി ഒന്നും ഇല്ലായിരുന്നുണ്ട്. ഈ ആൽബർട്ട് ഐൻസ്റ്റീനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു ആർക്കും അറിയത്തില്ല. അപ്പൊ പുള്ളി ഇങ്ങനെ ഈ തിയറി അവതരിപ്പിച്ചുകൊണ്ട്, വീഡിയോ ഒന്നും ഇല്ല. നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ ഈ തിയറി പഠിക്കണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും പേപ്പർ പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ആള് നേരിട്ട് വരണം. അന്നൊരു ചൊല്ലുണ്ടായിരുന്നു, ആകെ ആൽബർട്ട് ഐൻസ്റ്റീനും ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഡ്രൈവറിനും പിന്നെ യൂറോപ്പിലുള്ള ഒരു ശാസ്ത്രജ്ഞനും മാത്രമേ ഈ ആപേക്ഷിക സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ MSc പഠിക്കുന്നവരും BSc പഠിക്കുന്നവരൊക്കെ ഇത് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അന്ന് ഇത് ഒരു മനുഷ്യനും മനസ്സിലാകാത്ത ഒരു സാധനമായിരുന്നു ഈ പുള്ളി ഒരു പുതിയ തിയറി ആയിട്ട് വന്നു. അപ്പൊ ഒരു ദിവസം ഒരു പ്രസംഗം കഴിഞ്ഞു, അതിനെ കുറിച്ച് ജോക്ക് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, സമയം പോയിരിക്കും. ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ഇത്രയും നേരം പ്രസംഗിച്ച ഈ പ്രസംഗത്തിന്റെ പൊരുൾ എന്താന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, എന്താണ് ഈ സാധനം? അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഇപ്പൊ സമയം 7:36 ഇപ്പൊ ഈ ഭൂമി ഇവിടെ ഉണ്ട്. 8 മണിയാകുമ്പം ഈ ഒരു കുറച്ചുനേരം കഴിയുമ്പോൾ ഈ ഭൂമി ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചോ. അപ്പോ നമുക്ക് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് 7:36 ഇവിടെ ഭൂമി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമല്ല. കാരണം ഈ ഭൂമി പോകുന്ന വഴിക്ക് ഈ സമയവും പോകും. പ്രപഞ്ചം തീരുന്നതനുസരിച്ച്, അതായത് ഈ ടൈം എന്ന് പറയുന്നത് ആപേക്ഷികമായ ഒരു സാധനമാണ്. ഭൂമി പോയി കഴിഞ്ഞാൽ അതും കാണുകയില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഒന്നും മനസ്സിലായില്ലല്ലോ? ഒന്നും മനസ്സിലായില്ല. ഇതാണ് ആപേക്ഷികതാ സിദ്ധാന്തം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്പേസും നമ്മൾ ഈ കാണുന്ന ലോകവും ടൈമും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ടൈം എപ്പോൾ കർത്താവ് ക്ലോസ് ചെയ്യുന്നു, അപ്പൊ ഈ പ്രപഞ്ചം എല്ലാം ക്ലോസ് ആവും. കാരണം ഇത് ടൈമിനകത്താണ് ദൈവം ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ടൈം ഇൻ ദ ബിഗിനിങ്, സമയം എന്ന ലൈൻ, ടൈം ലൈനിനകത്താണ് ദൈവം സകല സൃഷ്ടിയും നടത്തിയിരിക്കുന്നത്. ആ ടൈം ലൈൻ കർത്താവ് ക്ലോസ് ചെയ്യുമ്പോൾ സൃഷ്ടി ഒന്നും ബാക്കി ഉണ്ടാവില്ല, നമ്മളുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിത്യതയിലേക്ക് ഒരു നങ്കൂരം കർത്താവ് ഇട്ട് തന്നിട്ടുണ്ട്. ബാക്കി എല്ലാം ഈ ലോകത്ത് നശിച്ചു പോകും. അപ്പൊ ടൈം ഈസ് ഹെഡിങ് ടുവേർഡ്സ് ഡിസ്ട്രക്ഷൻ. ഇത് ശരിക്കും ശാസ്ത്രീയമായിട്ട് പറയാനൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ ശാസ്ത്ര വിദ്യാർത്ഥി എങ്കിലും ശാസ്ത്രവും പറയുന്ന ഒരു ഡിസ്ട്രക്ഷനിലോട്ട് ഇത് പോകുന്നതാണ്. അതിന്റെ കാരണം നശിച്ചു പോകുന്ന പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഈ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ ലോകം എങ്ങനെ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്. അപ്പോൾ ഈ കോഴ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്, ഞാൻ ശാസ്ത്രം അധികം പറയേണ്ടെന്ന് വിചാരിച്ചു. കോഴ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിസിൻറ്റഗ്രേഷനിലേക്കാണ് പോകുന്നത്. ഈ ഡിസിൻറ്റഗ്രേഷനോട്ട് പോകാനൊരു കാരണമുണ്ട്, ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട്, എന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഒരു 50 ബുക്ക് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഏറ്റവും മുകളിലിരിക്കുന്ന ബുക്കിന്റെ ആഗ്രഹം എന്തായിരിക്കും അറിയാം? എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് നിലത്ത് വന്ന് കിടക്കണം എന്നായിരിക്കും. നിങ്ങൾ ഒരു സംശയം കൊണ്ട് ചോദിച്ചു നോക്കും. മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ സാധനവും താഴോട്ട് വരാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ഭയങ്കര എനർജി അതിന്. ഒന്നും ഇല്ലാതാക്കിയാൽ മാത്രമേ അതിന് സ്വസ്ഥം ഉണ്ടാവുള്ളൂ, അതായത് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ ലോകത്തിൽ എന്ത് വസ്തുവും അതിന്റെ എനർജി കുറയ്ക്കാൻ വേണ്ടി, എന്തിനാ എനർജി കുറയ്ക്കുന്നറിയോ? സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി എനർജി കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സകല സാധനങ്ങൾ എനർജി കുറച്ച് ആ പൊട്ടൻഷ്യൽ എനർജി കുറച്ച് ഇല്ലാതായി പോകാനാണ് പരിശ്രമിക്കുന്നത്. ഡിസോർഡർ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, ഡീക്കെ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊന്നും മനസ്സിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് ചില കുട്ടികൾക്കെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഭാഷ ഉപയോഗിച്ചത്. ഇനി നമുക്ക് സമയത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് നമ്മൾ ശാസിക്കേണ്ടത്, എന്തിനോടാണ് നമ്മുടെ പോരാട്ടം? നിങ്ങൾക്കറിയാം, നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ കോഴ്സിനെ നിയന്ത്രിക്കുന്ന, ലോകം എങ്ങോട്ടാണ് പോകുന്നത് നിയന്ത്രിക്കുന്ന ഈ ലോകത്തിന്റെ അധിപതിയോടാണ്. ഇതിനനുസരിച്ച് നമ്മൾ നേരത്തെ നടന്നത്. നമ്മൾ നേരത്തെ അനുസരിച്ചുകൊണ്ട് നടന്ന ലോകത്തിന്റെ സമയത്തിന്റെ ഒരു കോഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും നിർത്തണ്ടേ എന്നുള്ള കാര്യം മറന്നുപോയി, അതുകൊണ്ട് ചാറ്റിൽ ഒന്ന് ഇട്ടേക്കണേ. അപ്പോൾ ഈ കോഴ്സ് മുമ്പോട്ട് പോകുമ്പം, ടൈം മുമ്പോട്ട് പോകുമ്പം നമ്മുടെ ചുറ്റുമുള്ള
അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പോരാടുന്നത് എന്തിനോടാ? നമ്മൾ പോരാടുന്നത് സമയത്തിനനുസരിച്ച് മാറുന്ന വ്യവസ്ഥകളോട്, ഈ ലോകം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ലോക അധികാരത്തോട്. ആ അധികാരം എവിടെയുണ്ട്? അത് ജഡരക്തങ്ങളല്ല, ഒരു പ്രസിഡന്റും പ്രധാനമന്ത്രിയൊന്നും അല്ല. ഈ ലോകം എങ്ങോട്ട് പോകും തീരുമാനിക്കുന്ന ഒരു അദൃശ്യമായ ഒരു അധികാരമുണ്ട്. ഞാൻ ഈ അദൃശ്യമായ അധികാരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല വേണ്ട, ഒരു 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 150 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് ഒരു വില്ലേജിൽ ചെന്നാൽ അവര് ദൈവത്തെ പേടിയുള്ളവരാ എല്ലാരും, അല്ലെ? ദൈവത്തെ പേടി എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ഭയവും റാഷണൽ അല്ല. ചില ഭയങ്ങൾ മഹാമണ്ഡത്തരങ്ങളാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? ചില ഭയങ്ങൾ ഭയങ്കര മണ്ടത്തരങ്ങളാണ്. ഉദാഹരണത്തിന്, ഞാൻ ദശാംശം കൃത്യമായിട്ട് ഇട്ടില്ലെങ്കിൽ ദൈവം എൻ്റെ വരുമാന മാർഗം അടച്ചു കളയും. അത് ഇറാഷണൽ ഫിയർ ആണ്. ദശാംശം ഇടാത്തവന്മാരുടെ വലിയ മുതലാളിമാരായിട്ട് നടപ്പുണ്ട്. നിങ്ങൾ ദശാംശം ഇടുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൽ ചെയ്യണം. കൊതി കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും ചെയ്യരുത്, ഭയം കൊണ്ടും ചെയ്യരുത്. ഭയത്തിന്റെ ആത്മാവിനെയല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്, പിന്നെ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. ഈ മതമുള്ളവർക്ക് ഒത്തിരി ഇറാഷണൽ ഫിയേഴ്സ് ഉണ്ട്. രാവിലെ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി തട്ടിയാൽ, അല്ല, ഇതൊക്കെ നമുക്ക് ഇറാഷണൽ ഫിയറുകളുടെ ഭാഗമാണ്. അപ്പൊ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം. കാരണം എന്താ? ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ തോന്നിവാസത്തിന് പോകും. ഭയത്തിൽ നിന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്നേഹത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഭയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? അത് എത്ര പേര് സ്നേഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ, ഭയത്തിൽ നിന്നാകരുത്. ഭയം മതം കൊണ്ടുവരുന്ന ഇറാഷണൽ ഫിയേഴ്സ് ആണ്. ഈ മതം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് പ്രീ മോഡേൺ ഏജ് എന്നാണ്. ഈ പ്രീ മോഡേൺ ഏജ് ആയിരുന്നു ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വില്ലേജുകളിൽ, അല്ലെങ്കിൽ 300-400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് മുഴുവൻ. മനുഷ്യര് ഈ മതമേലധ്യക്ഷന്മാർ ഇറാഷണൽ ഫിയറുകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചു പോകുന്നത്. ഓക്കെ, മനസ്സിലായത്രേ? അപ്പോൾ മനുഷ്യർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. മതങ്ങളാണ് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഈ റോമൻ കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലായിരുന്നു യൂറോപ്പ് മുഴുവൻ ഒരു കാലത്ത്. AD 500 മുതൽ AD 1500 വരെയുള്ള കാലഘട്ടം ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈ റോമൻ കത്തോലിക്ക സഭ പറയുന്നത് പോലെ രാജാക്കന്മാർക്ക് വരെ അനങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം കത്തോലിക്ക സഭ പറയാണ്, ഈ രാജാവിന് ഞങ്ങൾ കുർബാന കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം രാജാവിന് ഓടിക്കും. കാരണം അവർക്ക് കുർബാനയാണ് വലുത്. അപ്പൊ രാജാവ് എപ്പോഴും ഈ പോപ്പിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം ദേ യൂസ്ഡ് ടു കൺട്രോൾ എവറിത്തിങ്. മനുഷ്യന് ആഹാരം കഴിക്കാൻ വകുപ്പില്ലെങ്കിലും മതം അവന്റെ ജീവനും പ്രാണനുമാണ്. മതത്തിന് വേണ്ടി അവൻ കൊല്ലുകയും തിന്നുകയും ചെയ്യും. അപ്പൊ രാജാക്കന്മാർക്ക് മുഴുവൻ പേടിയായി മതത്തെ, പോപ്പിനെ. ഈ മാർട്ടിൻ ലൂതറിന് മുമ്പ് ഒത്തിരി റീഫോർമേഷൻ ആൾക്കാരുണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഈ സഭ ഒതുക്കുമായിരുന്നു. പക്ഷെ മാർട്ടിൻ ലൂതർ എന്ത് സംഭവിച്ചത്? ഈ ജർമ്മൻ പ്രഭുക്കന്മാർ കുറെ പേര് മാർട്ടിൻ ലൂതറിന്റെ കൂടെ കൂടി അവർ ഈ കത്തോലിക്ക സഭയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മടുത്തായിരുന്നു ഇവന്മാര്. ഈ പോപ്പിന്റെ ഇടപെടലുകൾ അസഹനീയമായ. ഈ റീഫോർമേഷൻ കാലഘട്ടം ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് പീരിയഡ്. അത് മോഡേണിറ്റി എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞത് പൂർവാധുനികത അല്ലെങ്കിൽ പ്രീ മോഡേണിറ്റിയെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അപ്പം മതമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, നമുക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അവരെങ്ങനെ പറയുന്നത്? ഭൂമി പരന്നതാണ്, മതം പറഞ്ഞാൽ ഭൂമി പരന്നതാണ്. ഇതിനിടയ്ക്ക് ഒരുത്തിന് ഉരുണ്ടാന്ന് പറഞ്ഞാൽ അവനെ തൂക്കിക്കൊല്ലും. ഗലീലിയെ കൊല്ലാൻ പല പ്രാവശ്യം പിടിച്ചതാണ്. അതാണ് പ്രീ മോഡേൺ ഏജിന്റെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഈ ടൈം എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറയുന്നത്, ടൈമിന്റെ കോഴ്സ്. അപ്പൊ ആൾക്കാരെല്ലാം ആ ഒരു അമ്മയ്ക്ക് പറഞ്ഞ പിള്ളേരെല്ലാം തൊപ്പിക്കാരെന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരേപോലെ ചിന്തിക്കണം. വേറെ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ മന്ത്രവാദിയാണെന്ന് പറഞ്ഞവനെ തൂക്കിക്കൊല്ലും. പ്രീ മോഡേൺ ഏജ് അല്ലേ? നമ്മൾ ആ കാലത്തൊന്നും ജനിക്കാതിരുന്ന പോയി. ഇനി രണ്ടാമത്തേത്, പക്ഷെ ഒരു കാര്യം കേട്ടോ,
അന്നും ശരിക്കും ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടിയവർ. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം അതാണ്. ഈ ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടിയവൻ എല്ലാ കാലത്തും ഒന്നു തന്നെ, ഒരേ ടൈം. അതിന് മാത്രം മാറ്റമില്ല. ബാക്കി ലോകത്തിന്റെ മുഴുവൻ ചിന്താഗതികളും സ്പീഡിൽ മാറുമെങ്കിലും അന്നത്തെ ഒരു ക്രിസ്ത്യൻ വിശുദ്ധനും ഇന്നത്തെ ഒരു ക്രിസ്ത്യൻ വിശുദ്ധനും തമ്മിൽ എസൻഷ്യലി ദർ ഇസ് നോ ഡിഫറൻസ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി മോഡേൺ ഏജ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെല്ലാത്തിനും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ പറഞ്ഞു, സത്യം തിരിച്ചറിയാൻ പഴയകാലത്തെ പുസ്തകങ്ങളല്ല വായിക്കേണ്ടത്, പിന്നെ നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ യുക്തിയോടെ ചിന്തിച്ച് മനസ്സിലാക്കുന്നത്, അത് വെച്ച് വേണം ജീവിക്കാൻ. ഇതാണ് മോഡേൺ ഏജ്. ഈ മോഡേൺ ഏജിനകത്ത് ക്രിസ്ത്യാനിറ്റിക്ക് ചില അഡ്വാൻറ്റേജ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ആൾക്കാർ ഫ്രീ ആയിട്ട് ബൈബിൾ മനസ്സിലാക്കാനും, അതായത് ഫുൾ മോഡേണിസം അല്ല, നമുക്ക് ബൈബിൾ മനസ്സിലാക്കണം, ഒബ്ജക്റ്റീവ് മനസ്സിലാക്കണം, മതം പറയുന്നതെല്ലാം കേൾക്കേണ്ട കാര്യമില്ല, നമുക്ക് സത്യം നമ്മുടെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് കണ്ടുപിടിക്കാം, ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് ബൈബിൾ പഠിച്ച് സത്യത്തിലേക്ക് എത്തിയ കുറെ ആൾക്കാർ ഈ മോഡേൺ കാലഘട്ടത്തിൽ ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അതാണ് റീഫോർമേഷൻ കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നത്. അതിനുശേഷമുള്ള നവോത്ഥാന കാലഘട്ടം. ഇതിങ്ങനെ ഈ മോഡേണിസം. നമ്മുടെ ഇന്ത്യയെ നോക്കല്ലോ കേട്ടോ, ഇന്ത്യ നോക്കി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലൊന്നും ഒരു വിവരമില്ലാതെ ഇവിടെ എവിടെയൊക്കെയോ താമസിക്കാം നമ്മൾ. അങ്ങനെ മുമ്പോട്ട് പോയി ഇപ്പം ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞൊരു പരിപാടി, അത് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ലോകത്ത് മുഴുവൻ ഈ ടൈം ഇങ്ങനെ മാറിപ്പോയത്. ഭയങ്കരമായിട്ട് ആ ടൈമിന്റെ കോഴ്സിന് ഭയങ്കര ഒരു ഷിഫ്റ്റ് വന്നത് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ്. എന്താണ് ആ ഷിഫ്റ്റ് എന്നറിയാം? ഇതിനെ നമ്മൾ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഇന്ന് അതാണ് ലോകം മുഴുവൻ വാഴുന്ന ആ തത്വചിന്ത എന്ന് പറയുന്നത്. ഇത് എന്താണ് ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്നു ബ്രദറെ, കർത്താവ് മാത്രമേ സത്യമുള്ളൂ. ഇപ്പൊ വേറൊരുത്തിനപ്പുറം എന്ന് പറയും, കർത്താവ് മാത്രമേ സത്യമുള്ളൂ, അത് നിനക്ക്. എനിക്ക് എന്റെ സത്യം, നിനക്ക് നിന്റെ സത്യം. നീ അനുഭവിക്കുന്നതല്ല ഞാൻ അനുഭവിക്കുന്നു, നിന്റെ തലയല്ല എന്റെ തല. അതുകൊണ്ട് നിനക്ക് ആ സത്യം കൊണ്ട് നിനക്ക് സമാധാനം കിട്ടുന്നുണ്ട്, നീ അതുമായിട്ട് പോയിക്കും. ഞങ്ങൾക്ക് ഈ സത്യം കൊണ്ട് സമാധാനം കിട്ടുന്നു, ഞങ്ങൾ ഇതുമായിട്ട് പോകുന്നു. ഇതാണ് പോസ്റ്റ് മോഡേണിസം. അപ്പൊ ആൾക്കാർ പറഞ്ഞു, സത്യം അന്വേഷിക്കുന്നതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, അവനവന്റെ സത്യം. മനസ്സിലായി ഞാൻ പറഞ്ഞു? ഇത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥാവിശേഷമാണ്. ഇത് നമുക്ക് എന്താ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുക, ഇത് എങ്ങനെയാണ് അവരെ ബാധിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ഈ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഓർത്തഡോക്സ് ചർച്ച് വിട്ടുപോരുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ്. കാരണം ഒറ്റ ദിവസം ഓർത്തഡോക്സ് പള്ളിയിൽ പോയി നിന്നപ്പം എനിക്ക് മനസ്സിലായി, ബൈബിളിൽ ഇതൊന്നുമില്ല. യേശുക്രിസ്തുവും ശിഷ്യന്മാരും കുർബാന ചൊല്ലിക്കൊണ്ട് നടന്നില്ല, കുപ്പായം ഇട്ടില്ല, തിരശീല പണിതില്ല, മണിയടിച്ചില്ല, പുക പറത്തിയില്ല. അവര് ലോകത്തിൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു. ഇത് വേറൊന്നാണല്ലോ എന്ന് എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ തന്നെ വിട്ടു. കാരണം വി ആർ സീക്കിംഗ് ദ ട്രൂത്ത്. നമ്മൾ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് മോഡേണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഓർത്തഡോക്സ് ചർച്ച് പൊട്ടത്തരമാണെന്നും അത് പഠിപ്പിക്കുന്നതൊന്നും ബൈബിളിന് വിരോധമല്ലെന്നും പഴയ പാരമ്പര്യങ്ങളാണെന്നും ഇത് മനുഷ്യനുണ്ടാക്കിയതാണെന്നും ഒക്കെ ഒരാൾക്ക് മനസ്സിലായാലും അയാൾ രാവിലെ ഓർത്തഡോക്സുകാരനായിരിക്കും, വൈകിട്ട് പെന്തക്കോസ്തുകാരൻ കൈയടിക്കും. ഇവർക്ക് ഇതൊരു വൈരുദ്ധ്യമായിട്ട് തോന്നുന്നില്ല. മനസ്സിലായോ? ഈ പോസ്റ്റ് മോഡേൺ മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക സ്വഭാവം അത്. അതായത് ഞാൻ 996 ജനുവരി 1-ാം തീയതി ദ ഹിന്ദു ദിനപത്രത്തിന്റെ കൂടെ വന്ന ഒരു ആർട്ടിക്കിൾ, അത് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനകത്തൊരു ഒരു പെൺകുട്ടിയുടെ കഥ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് മോഡേണിസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു ബ്രാഹ്മിൻ പെൺകുട്ടിയാണ്. ഇവിടെ നോൺ വെജ് എന്ന് പറഞ്ഞാൽ ശബ്ദിക്കും, വൊമിറ്റ് ചെയ്യും. വീട്ടിൽ ആരെങ്കിലും ഇറച്ചിയുടെ കാര്യം പറഞ്ഞ അവൾ അപ്പൊ തന്നെ ലിറ്ററലി വൊമിറ്റ് ചെയ്യും. പക്ഷേ ഇവള് കൂട്ടുകാരികളുടെ കൂടെ പോയിരിക്കുമ്പോൾ നല്ല പോലെ ഇത് വെട്ടി വീഴുന്നു. കാരണം ഈ ട്രൂത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല വീട്ടിൽ. അതാണ് ട്രൂത്ത്.
കൂട്ടുകാരുടെ കുടുംബം, ഇതാണ് ട്രൂത്ത്. ഇതിനെയാണ് നമ്മൾ ഈ റിയൽ ട്രൂത്ത് ഇല്ലാത്ത ഒരവസ്ഥ. എന്താണ് റിയൽ ട്രൂത്ത്? വേറെ എക്സാമ്പിൾ പറയാം. ഇവിടെ എങ്ങനെ സാക്ഷ്യം വഹിക്കുന്നല്ലേ ഇപ്പം നമ്മുടെ ചോദ്യം അല്ലെ? ഇതിന് നടുവില് ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സാറ് എന്ന് ചോദിക്കുകയാണ്, എടാ ഭൂമി എങ്ങനെ ഉണ്ടായത്, മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? അത് പല യുഗങ്ങളുടെ പരിണാമത്തിന്റെ ഫലമായി ഒരു പൊതുപൂർവികനിൽ നിന്ന് പ്രൈമേറ്റുകളിൽ ഒരു വിഭാഗം ഇവോൾവ് ചെയ്ത് മനുഷ്യനും ഉണ്ടായി. ഇതേ സാറ് ഇതേ കുട്ടി പിറ്റേ ദിവസം ഞായറാഴ്ച സൺഡേ സ്കൂൾ സാർ ചോദിക്കുന്നു, എങ്ങനെയാടാ മനുഷ്യൻ ഉണ്ടായത്? ഇതേ കുട്ടി, ദൈവം ഭൂമിയിലെ ഏദൻ തോട്ടത്തിൽ വെച്ച് പൂഴിയിൽ നിന്ന് മണ്ണിൽ നിന്ന് ഒരു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി അതിന്മേൽ ജീവശ്വാസം ഊതി അങ്ങനെ മനുഷ്യനുണ്ടായി. ഇവിടെ 5 മാർക്ക്, അവിടെ 5 മാർക്ക്. ഇതിലേതായി കൊച്ചു വിശ്വസിക്കുന്നേ? അവനെ സംബന്ധിച്ച് എന്ത് വിശ്വസിച്ചാലും അവന് കുഴപ്പമില്ല, മാർക്ക് പോകാതിരുന്നാൽ. ഹി ഡസ് നോട്ട് വാണ്ട് ദ ട്രൂത്ത്. അവന് സത്യം വേണ്ട. അതാണ് ശ്രദ്ധിച്ചു. നിങ്ങൾ പിള്ളേരെ നോക്കിയോ, ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ഒരാളുമല്ല അങ്ങനെ കാണുമെന്ന്. അങ്ങനെയല്ല, പ്രപഞ്ചം മുഴുവൻ മാറുക. പിള്ളേരെല്ലാം ഇങ്ങനെയാവുക. ട്രൂത്ത് വേണ്ട ആർക്കും. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പൊ കൂട്ടുകാരുടെ കൂടെ എങ്ങനെയും ഫിറ്റ് ആവുന്നയാള് സൺഡേ സ്കൂളിൽ അതിനേക്കാളും ഫിറ്റാ. അപ്പൊ പേരൻസ് വിചാരിക്കും, ഇത്രേ സൺഡേ സ്കൂളിൽ പോയി പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്ന കൊച്ച് അവൻ എന്ത് പാവമായിരിക്കുന്നു. അവൻ എല്ലായിടത്തും മിടുക്കനാണ്. അവൻ കൂട്ടുകാരുടെ കൂടെ കഞ്ചാവ് അടിക്കാനും മിടുക്കനായിരിക്കാം. കാരണം അവനറിയാം അഡാപ്റ്റബിലിറ്റി. ആ കൂട്ടുകാരോട് പോകുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടവനായി പോയി കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കുന്നു, എന്റെ നിലനിൽപ്പ് അപകടത്തിലാവുമെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് സൺഡേ സ്കൂളിൽ പോകുമ്പോൾ തലതിരിവ് കാണിച്ചാൽ അവിടെ ഒറ്റപ്പെടും. സഭയിൽ ഞാൻ കൊള്ളരുതാത്തവനാവും അറിയാവുന്നത് കൊണ്ട് വീട്ടിൽ വരുമ്പോൾ പ്രത്യേക രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അവിടെ ഞാൻ ഒറ്റപ്പെടും അറിയാവുന്നത് കൊണ്ട് ഇവൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലായിടത്തും എങ്ങനെ ബാലൻസിൽ നിൽക്കാമെന്നുള്ള കാര്യം. ഇതാണ് ഇന്നത്തെ ഫിലോസഫി. അറിയോ? ദിസ് ഈസ് വാട്ട് വി കോൾ ഉത്തരാധുനികത അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിറ്റി. വി അക്സെപ്റ്റ് ദാറ്റ് റിയാലിറ്റി. പണ്ട് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു. അതിൽ ഫിസിക്സിൽ ഡോക്ടറേറ്റ് ഉള്ളതാണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. പക്ഷെ അദ്ദേഹം ഈ ഡോക്ടറേറ്റിൽ ക്ലാസ്സിൽ ലെക്ചറൊക്കെ കഴിഞ്ഞിട്ട് സായിബാബ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി കമന്ന് കിടക്കും. അപ്പൊ അദ്ദേഹത്തിന് അറിയത്തില്ല ആരാ ഈ ലോകം സൃഷ്ടിച്ചതെന്നും. സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചാൽ സായിബാബയെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? പക്ഷെ അവർക്കതൊരു കുഴപ്പമില്ല. സായിബാബയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പെർഫെക്റ്റ് ഡിസൈപ്പിൾ, യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ പെർഫെക്റ്റ്. ഇത് ഞാൻ ശങ്കർ ദയാൽ ശർമ്മയുടെ എക്സാമ്പിൾ പറഞ്ഞത് ഹിന്ദുയിസത്തിൽ പണ്ടേ അങ്ങനെയാണ്. ഇറ്റ്സ് എ പോസ്റ്റ് മോഡേൺ ഫെയ്ത്ത്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. നിനക്ക് ദൈവം ഇല്ലെന്നാണോ വിശ്വാസം? നോ പ്രോബ്ലം, സ്റ്റിൽ യു ആർ എ ഹിന്ദു. നിനക്ക് ആ ദൈവത്തെ മതിയോ? ഓക്കെ. ഈ ദൈവത്തെ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, നോ പ്രോബ്ലം. നിനക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമില്ലേ? നോ പ്രോബ്ലം, വരണ്ട. നിന്റെ ഇഷ്ടം, നിന്റെ സത്യമാണ് നിന്റെ സത്യം. അവർ പറയും സത്യം ഒന്നേ ഉള്ളൂ, അങ്ങോട്ട് എത്താനുള്ള പല വഴികളാണ്. ഇതിനെയാണ് ഈ പോസ്റ്റ് മോഡേൺ. നിനക്ക് ഇഷ്ടമുള്ള വഴി നീ പോകും. അപ്പോൾ ഈ ഒരു കൾച്ചർ നമ്മുടെ ചുറ്റും പടർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതാണ് സമയത്തിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരാളുടെ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇവൻ ഇപ്പൊ സ്വീകരിക്കും, ഇവൻ നാളെ ചർച്ചിൽ വന്ന് സ്നാനപ്പെടും. പക്ഷെ അവൻ സ്നാനപ്പെടുവില്ല, അവൻ വരുവില്ല. അതിന്റെ കാരണം ശരിയാന്ന് മനസ്സിലായി. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ശരിയാ, അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ അത് ശരിയല്ല. അവൻ എന്തിനാ അവിടെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്? സോ വി ഡോണ്ട് ഹാവ് റാഡിക്കൽ മിഷണറീസ് നൗ, റാഡിക്കൽ ബിലീവേഴ്സ് നൗ. മനസ്സിലാവുന്നുണ്ടോ ഈ സമയം നമ്മളോട് എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പിള്ളേരെയും വിശ്വസിക്കാൻ പാടില്ല, നമ്മളെ തന്നെ. കാരണം നമ്മുടെ ലൈഫ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഈ പോസ്റ്റ് മോഡേൺ തട്ടിപ്പ് പണ്ടേ ഉണ്ട് അത് ഹൃദയത്തിൽ, പക്ഷെ ഇതിന്ന് കൾച്ചറലി അത് സാങ്ഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു സൈഡ്. ഇനി ഈ കാലം ഉണ്ടാക്കി വെച്ച വേറൊരു പ്രതിഭാസവും കൂടെ ഉണ്ട്. അത് ഫ്രീഡം എന്ന കൺസെപ്റ്റാണ്, സ്വാതന്ത്ര്യം.
ഈ പ്രീ മോഡേൺ ഏജിൽ, അതായത് നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ആർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സയൻസ് ഒക്കെ വന്നു, റാഷണൽ തിങ്കിങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി. അവര് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഈ റഷ്യയിലൊക്കെ കമ്മ്യൂണിസം ഒക്കെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിനാണെന്ന് പറഞ്ഞാൽ വന്നത്. പിന്നെ അത് ഏറ്റവും വലിയ അടിമത്തത്തിലേക്ക് പോയി എന്നുള്ള വേറെ കാര്യം. അന്ന് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ശ്രമിച്ച അവിടുത്തെ സഭയോടൊക്കെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരോട്. നിങ്ങൾ വിചാരിക്കും ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് ഒരു പാർട്ടി, എനിക്ക് ആകെ കർത്താവായി യേശുമിശിഹ എന്നുള്ളതല്ലാതെ ഞാൻ വോട്ട് ചെയ്യാൻ പോലും പാടില്ല. വോട്ട് ചെയ്യാൻ പോകാത്തത്, എന്റെ വോട്ട്, ഞാനിപ്പോ താമസിക്കുന്ന 120 കിലോമീറ്റർ ദൂരെയാണ്. ഞാൻ വണ്ടി ഓടിച്ച് അവിടെ പോയി 120 കിലോമീറ്റർ യാത്ര ചെയ്ത് വോട്ട് ചെയ്ത് വരാൻ മാത്രം നല്ല ഒരു പാർട്ടിയോ അത്രയൊരു സ്നേഹമോ ആരോടും തോന്നാത്തതുകൊണ്ടല്ല, അല്ല വോട്ടിനോട് വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി, സമയമുള്ളപ്പോ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെയാ ചിന്തിക്കുന്നത്. അപ്പോ ഈ കമ്മ്യൂണിസം എന്തിനാ ഇത്രയും മതത്തെ എതിർത്തെന്നറിയോ? അന്നത്തെ ഈ ഭൂപ്രഭുക്കന്മാരുടെ എല്ലാം കൂടെ ആയിരുന്നു സഭ. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. സഭ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ ഈ സഭയുടെ പുറകെ നടക്കേണ്ട കാര്യമുള്ളൂ. ദൈവം അങ്ങ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാ. അന്ന് നമ്മുടെ നാട്ടിലും കുറെ താടിക്കാര്, കേരളത്തിലും കുറെ താടിക്കാര് തുണിസഞ്ചിയിട്ടുണ്ട്, ബുദ്ധിജീവിയായിട്ടും നിരീശ്വരവാദിയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടൊക്കെ നടന്നായിരുന്നു. ഓർമ്മയുണ്ടോ കാലം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പിള്ളേർക്ക്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കുറെ ഉണ്ടായിരുന്നു അങ്ങനെ. അവർ പറഞ്ഞു മാനവികതയാണ് നമ്മുടെ മതം. ഇപ്പോഴും ഉണ്ടാ ടൈപ്പ് ആൾക്കാര്. മാനവികതയാണ് നമ്മുടെ മതം, നമ്മൾ നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് നമ്മുടെ മതം. നമ്മൾ നല്ല മനുഷ്യനാകാൻ ദൈവത്തിന്റെ സഹായം എന്തിനെന്നാണ് ഇവർ ചോദിക്കുന്നത്. നിങ്ങളങ്ങ് നല്ല മനുഷ്യനായാൽ പോരെ? അതിന് ഈ പറയുന്ന കെട്ടുകഥകളിലെല്ലാം വിശ്വസിക്കണോ? എങ്ങനെയുണ്ട്? ഇതാണ് നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം. ഇനി ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം വഹിക്കേണ്ട ആ ഒരു ലൈൻ എന്താണെന്ന് പറയാൻ ശ്രമിക്കാം. അതിനു മുമ്പ് ഈ മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഏത് തരത്തിലേക്കാണ് അവൻ എത്തിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രീഡം എവിടെ വരെ പോകാം? മോറലിസ്റ്റുകൾ, അതായത് ഈ ഹ്യൂമനിസ്റ്റ് മോറലിസ്റ്റുകൾ, ദൈവഭയമില്ലാത്ത നിരീശ്വരവാദികളായ മോറലിസ്റ്റുകളുണ്ട്. ബെർട്രാൻഡ് റസൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ബെർട്രാൻഡ് റസൽ, ഫിലോസഫർ. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കോളേജിലും സ്കൂളിലൊക്കെ. ദൈവം ഇല്ല എന്ന് പറയുന്നതാണ്. അവര് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറൊരാളെ അപായപ്പെടുത്താതെ, ദുഃഖിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, അവരുടെ സന്തോഷത്തെ ബാധിക്കാതെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതൊരു മതമാണ്. ഈ മതത്തെയാണ് നമ്മുടെ പിള്ളേര് ഇനി വെസ്റ്റേൺ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയാൽ അവർ നേരിടേണ്ടി വരുന്ന മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമും ഹിന്ദുയിസവും ഒന്നുമല്ല, ഈ ഹ്യൂമനിസമാണ്. മനുഷ്യന്റെ ഫ്രീഡം. എന്റെ ഫ്രീഡത്തിൽ നീ എന്തിന് കൈകടത്തണം? ദിസ് ഈസ് മൈ ഫ്രീഡം. അപ്പൊ ഈ ഫ്രീഡം മുൻപോട്ട് പോയാൽ എങ്ങോട്ട് പോകും? അതൊരു അരാജകത്വത്തിലേക്കാണ് പോകുന്നത്. ഈ ഫ്രീഡം എങ്ങനെയാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. എടുത്തേ പറ്റുള്ളൂ. എന്നോടൊരാൾ തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിൽ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് ഒരാൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ പോവാണെങ്കിൽ അപ്പനമ്മയും പ്രാർത്ഥിക്കുമെന്ന്, കർത്താവേ ഇവൻ മടങ്ങി വരുമ്പം ഒരു മദാമയും കെട്ടിക്കൊണ്ട് വരല്ലേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ജോക്കായിരുന്നു, അവൻ ഒരു മദാമയും കെട്ടിക്കൊണ്ട് വരും എന്ന് പഴയ കാലത്ത് അപ്പനമ്മമാരെ പേടിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം, ഇപ്പം പ്രാർത്ഥിക്കുന്നത് കർത്താവേ അവനൊരു പെണ്ണിനെ തന്നെ കെട്ടിക്കൊണ്ട് വരണേന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരു മകൻ ഒരു ദിവസം വീട്ടിലോട്ട് വന്നിട്ട് ദിസ് ഈസ് മൈ പാർട്ട്ണർ എന്ന് പറഞ്ഞ് ഒരുത്തനെ പരിചയപ്പെടുത്തിയാലുള്ള അവസ്ഥ എന്ത് ചെയ്യും? ഫ്രീഡം. ഇനി ഇത് ശരിയല്ലെന്നെങ്ങാനും സഭ പറഞ്ഞാൽ അവർ മനുഷ്യത്വം ഇല്ലാത്തവരെന്ന് പറയുന്നത്. കാരണം ദാറ്റ് ഇസ് ദ ട്രൂ ന്യൂ ഹ്യൂമനിസം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു മിഷണറി ഉണ്ട്, ഇറാഖിൽ മിഷൻ വേല ചെയ്യുന്നതാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു കാണുമായിരിക്കും. അദ്ദേഹം കാനഡയിലായിരുന്നു കുറെ നാൾ. കാനഡയിൽ ഒരു എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കാറ്റുപോലെ വീശാനുള്ള നിയോഗം ഉണ്ടായത്. ഹി വെൻ ടു ഇറാഖ്. അപ്പം അദ്ദേഹം പറഞ്ഞ കഥയാണ്, കാനഡയിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഒരു വിമൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു വനിതാ ശുശ്രൂഷക, ഒരു സഹോദരി. ഈ സഹോദരി വേറൊരു സഹോദരിയുമായി അവിഹിതമായ അനിഷ്ടകരമായ ഒരു ബന്ധമുണ്ട് എന്ന് സഭ കണ്ടുപിടിച്ചു. പുറത്താക്കി. അപ്പൊ തന്നെ പുറത്താക്കി കഴിഞ്ഞപ്പം മറ്റു സഭകൾ, സഹോദരി ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ആ സഭ വിട്ട് ഞങ്ങളുടെ കൂടെ പോരെ, ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് മറ്റു സഭകൾ പറഞ്ഞത്. ഫ്രീഡം. നിനക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ നിനക്ക് ജീവിക്കാം, വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാത്തിടത്തോളം കാലം. ഇനി ഇതിന്റെ ആ ഡയറക്ഷൻ ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞില്ലേ, കോഴ്സ് ഓഫ് ടൈം. ഇവർക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഇത് തെറ്റാന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യത്വം ഇല്ലാത്തവരും അവർക്കെതിരെ സംസാരിച്ചവരുമായിട്ട് മാറും. നിമിഷ നേരം കൊണ്ട് നമുക്കെതിരെ കേസാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സമൂഹം, ഇനി ഇതിലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ടല്ല. ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് വീട്ടിലെത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദര കുടുംബത്തിലാണ് ഇപ്പൊ കയറി അവരുടെ ലാപ്ടോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക്. ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയതാണ്. ഈ വീട്ടിലെ കുട്ടി ഇത്രയും നല്ല എക്സാമ്പിൾ എവിടെ കിട്ടും? ഇവിടെ ഒരു പ്രശസ്തമായ ഒരു കോളേജിൽ പഠിക്കാൻ പോയി. അവിടെ ചെന്നപ്പം അവിടെ വരുന്ന ലെക്ചേഴ്സ് എന്തൊക്കെയാണെന്നറിയോ? എന്റെ തല മന്തിച്ച് ഉയർന്ന് എനിക്ക് അയച്ചു. ആ കുട്ടിയുടെ അമ്മ, സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പഠിപ്പിക്കുന്നത് നിനക്കൊരു സ്ത്രീയായിട്ട് ജീവിക്കണം, ഒരു പുരുഷനെ കല്യാണം കഴിച്ച സ്ത്രീയായിട്ട് ജീവിക്കും. പുരുഷനായിട്ട് ജീവിക്കണോ, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് പുരുഷനായിട്ട് ജീവിക്കും. നിങ്ങൾ ജനിച്ചത് കൊണ്ട് നിങ്ങൾ ഹെൽപ്ലെസ് ആണ്. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആണെന്ന് നിങ്ങൾ നേരത്തെ തീരുമാനിക്കപ്പെട്ടു. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ജെൻഡർ ചോയ്സ്. എങ്ങനെയുണ്ട് സ്വാതന്ത്ര്യം പോയ പോക്ക്? ഈ കുട്ടി പാവം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. 2-3 സെമിനാർ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഈ മറുസൈഡില് പ്രകൃതി, നേച്ചർ, ദൈവത്തിന്റെ കാര്യം വിട്, നേച്ചർ ഒരാളെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ പെറ്റുപെരുകാൻ, വർദ്ധിക്കാൻ. ആ പ്രകൃതിയുടെ നിയമത്തിന് ഇതിനെതിരല്ലേ ഇത്? അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ വ്യൂ പോയിന്റ് പറയാൻ ഒരു ചാൻസ്. എന്തുകൊണ്ടാണ് മറുസൈഡിൽ ഒരു സെമിനാർ ഇല്ലാത്തത്? എല്ലാ സെമിനാറും ഇങ്ങനെയാണല്ലോ പറയുന്നത്. തിരിച്ചു പറയുന്ന ഒരു ഓപ്പോസിറ്റ് വ്യൂ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക, അതുകൊണ്ട് എങ്ങനെ? ഇത് കേരളത്തിലെ ഒരു കത്തോലിക്ക കോളേജിന്റെ അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ പിള്ളേർ എവിടെ പോയി വിറ്റ്നസ് ചെയ്യും? ഈ കുട്ടി എഴുന്നേറ്റ് ആ ക്ലാസ്സിൽ എഴുന്നേറ്റ് 15 മിനിറ്റോളം കർത്താവിന്റെ വചനം പറഞ്ഞു, സാക്ഷ്യം വഹിച്ചു. പോയി, പുറത്താക്കി. ചീത്ത പറഞ്ഞു, പിള്ളേര് കളിയാക്കി, എന്തെങ്കിലും ആയിപ്പോട്ടെ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഇറങ്ങുന്നുള്ളൂ എന്ന് വിചാരിച്ചു. Very tough for our children to fight these battles of the times. ഈ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആദ്യം പറഞ്ഞത് നമ്മൾ സമത്വ സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുമെന്ന്, മനുഷ്യന്റെ നന്മ വെച്ച്. ആ മനുഷ്യന്റെ മഹാനന്മ പ്രസംഗിച്ചുകൊണ്ട് നടന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയൊരു ലീഡറാണ് സ്റ്റാലിൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്ത വ്യക്തി.
മനുഷ്യനെ സ്വതന്ത്രനാക്കി വിട്ടു കഴിഞ്ഞാൽ മതമാണ് അവനെ ചീത്തയാക്കുന്നത്. മനുഷ്യനെ സ്വതന്ത്രനാക്കി വിട്ടാൽ അവൻ ഏറ്റവും നന്നാകൂ എന്ന് പറഞ്ഞ് തത്വചിന്തകന്മാര്, ജനിച്ച ഉടനെ മതം കൊടുക്കുന്നവരാണ് ഒരു വഷളായി പോകുന്ന തത്വചിന്തകന്മാര് ഇപ്പം എന്താ കാണുന്നത്? മനുഷ്യനെ കൊല്ലാനും വെട്ടാനും. ഇപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ സാധനം ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ദ ഹോൾ സൊസൈറ്റി ഡിസിൻറ്റഗ്രേറ്റഡ്. ഇന്ന് കുടുംബം വിലയില്ലാതായി. മക്കൾ എന്നുള്ള ഫീലിംഗ്, ഒരു കുഞ്ഞു വയറ്റിലുണ്ടായാൽ അമ്മ തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ കുഞ്ഞുമായിട്ട് വളർന്നാൽ എനിക്ക് സ്വാതന്ത്ര്യക്കുറവാണ്, തട്ടിക്കളഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം, തട്ടിക്കളഞ്ഞേക്കാം. ബിക്കോസ് നമ്മൾ നിയന്ത്രിക്കുന്നത് എന്താ? സ്വാതന്ത്ര്യം. ഞങ്ങളുടെ ഫെലോഷിപ്പില് ആന്ധ്രാപ്രദേശിൽ ഒരു ഡോക്ടറുണ്ട്. ഈ ഡോക്ടറെ അടുത്ത് അവിടുത്തെ ഒരു MLA ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ 3ാമതും പ്രഗ്നന്റ് ആണ്, ഉണ്ടായിരിക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാണോ എന്ന് ഒന്ന് പരിശോധിക്കണം. ആദ്യം ഉണ്ടായ 2 പെൺകുഞ്ഞുങ്ങളാണ്, ഇനി ഒരു പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഒരാൺകുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഒന്ന് പരിശോധിച്ച് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തിയിട്ട് ഒന്ന് പറയണം അബോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഉണ്ടാവുമ്പം പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മൂത്ത കൊച്ചിനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കുന്നു. പുള്ളി എന്താ നിങ്ങൾ പറഞ്ഞു? പുള്ളി ചൂടായി. MLA എന്ന് വിചാരിക്കണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, മൂത്ത കൊച്ചു കുറെ ലോകം കണ്ടല്ലോ, ഈ ഇളയ കുഞ്ഞിനെ വയറ്റിൽ നിന്ന് അബോർട്ട് ചെയ്യുന്നതിനേക്കാളും ഭേദമാണല്ലോ മൂത്ത കുഞ്ഞ് കുറെയെങ്കിലും ലോകം ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇത് കുറച്ചാൾ പോയി ജീവിക്കട്ടെ. പുള്ളി ചവിട്ടി ബഹളം വെച്ചോണ്ട് എഴുന്നിട്ട് പോയിന്നുണ്ട്. നമുക്ക് സുഖം തരുന്നുണ്ടെങ്കിൽ കൊല്ലുന്നതിനും പ്രയാസമൊന്നും ഇല്ലാത്ത ഒരു കാലത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സുഖം തരുന്നുണ്ടെങ്കിൽ, നമുക്ക് രസം തരുന്നുണ്ടെങ്കിൽ വ്യഭിചാരം ചെയ്യാനോ കൊല്ലാനോ എന്തു വൃത്തികേട് കാണിക്കാനോ നമുക്ക് അനുവാദമുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, മതത്തിന്റെ പേരിൽ ഒരാൾ ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ചിലപ്പോൾ അവന്റെ കൂടെ ആയിരിക്കും, കൊന്നവന്റെ കൂടെ. ദിസ് ഇസ് ഹൗ ഇതാണ് കാലഗതി എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് കാലഗതി? അപ്പൊ ഈ കാലഗതി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ അമേരിക്കയില് 2 പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ഉള്ളത്. ഞാൻ ബൈബിളിന് വെളിയിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കുറേ നാളുകൾ കൂടിയാണ്. ഇത് കാലഗതി ഈ കാലഘട്ടത്തിന്റെ വിറ്റ്നസ് എന്നുള്ളൊരു വിഷയം വന്നതുകൊണ്ടാണ്. അപ്പൊ അമേരിക്കയിലെ സഭകളെല്ലാം പറഞ്ഞു, ഈ വിറ്റ്നസ് തെറ്റിപ്പോകുന്ന എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. വിറ്റ്നസ് എവിടെ തെറ്റിപ്പോകുന്നത്? അമേരിക്കയിലെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഇമ്മോറാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി, അബോർഷൻ ഒക്കെ അനുവദിക്കുന്ന ഡെമോക്രാറ്റുകൾ വേണ്ട, ഞങ്ങൾക്ക് ട്രംപ് മതി. ട്രംപ് എന്ന് പറഞ്ഞ ആളുടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ക്രിസ്ത്യാനിയുടെ രക്ഷകൻ ആരാ? വിറ്റ്നസ് ആരാ? ഹോമോസെക്ഷുവാലിറ്റി വേണ്ട എന്ന് പറയുന്ന, അബോർഷനെതിരെ നിൽക്കുന്ന ട്രംപ് ആണ്. ആ പൊളിറ്റിക്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ക്രിസ്ത്യൻ ചർച്ച് മുഴുവൻ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയോ? അവിടെ വന്നു കയറുന്ന മുസ്ലിംസ്, മറ്റ് രാഷ്ട്രക്കാര്, ഇവരെല്ലാവരും ആരെ വെറുത്തു? ഈ സഭയെ വെറുത്തു. കാരണം എന്താ? അവർക്കെതിരെയാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ നാളെ അവര് ക്രിസ്ത്യാനി ആകാനാണോ എളുപ്പം, മുസ്ലിം ആകാനാണോ എളുപ്പം? ഒരു മെക്സിക്കോക്കാരൻ, ഒരു ഇന്ത്യക്കാരൻ അമേരിക്ക ചെന്നു. അവിടുത്തെ ക്രിസ്ത്യാനിക്ക് വെളിയിൽ നിന്നുള്ളവർ വേണ്ട. ഇവൻ ക്രിസ്ത്യൻ സഭയെ വെറുക്കില്ലേ? വെറുക്കും. അവൻ ഏതെങ്കിലും ഇസ്ലാം മതത്തിന്റെ ഏതെങ്കിലും വിഭാഗത്തിൽ പോയി ചേരും. അപ്പൊ ലോകപരമായിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ട് ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. ഏതുകൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല? ഈ ഇമ്മോറാലിറ്റി ജയിക്കാൻ പറ്റത്തില്ല. അത് കൂടുതൽ കൂടുതൽ വെറുപ്പിനെ സൃഷ്ടിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇനി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അധപതിച്ചു പോയ ഒരു വിശ്വാസ വ്യവസ്ഥ
നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസം അല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഈ കാണുന്നവന് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, നിരീശ്വരവാദി ഇവര് തമ്മിൽ ഒരു വ്യത്യാസവും കാണാനില്ല. അതുകൊണ്ട് അവിടെയും നമുക്ക് ഒരു വിറ്റ്നസ് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമുക്കും ധനമോഹമാണ്, നമുക്കും ലോകസ്നേഹമാണ്, നമുക്കും കൂട്ടുകാരുടെ വഴക്കാണ്, നമുക്കും പിണക്കമാണ്. അവരും അങ്ങനെയാണ്, നമ്മളും അങ്ങനെയാണ്. ഇതിനിടയിൽ നമ്മൾ എന്തു പറഞ്ഞാലും ആളുകൾ സമ്മതിക്കില്ല. ഇതിനെ വേറൊരു മതമായിട്ട് മാത്രമേ ആളുകൾ കാണുകയുള്ളൂ. അപ്പൊ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോരാട്ടം നിങ്ങൾ ഒന്നും കൂടി ഇനി വായിച്ചു നോക്കി. എത്ര ഭീകരാവസ്ഥയാണെന്നുള്ള കാര്യം, ഈ ലോകത്തിന്റെ കാലഗതി. ആ വാക്യങ്ങള് എഫേസ്യർ 6 വരുമ്പം 6 പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും. ഈ മനുഷ്യന്റെ ഹ്യൂമനിസം വളർന്നു വളർന്നു വന്നിട്ട് എന്ത് സംഭവിക്കുന്നറിയോ? വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. പിന്നെ മഹദിയാം ബാബിലോണിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഈ മഹദിയാം ബാബിലോൺ സകല മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പറയും. അപ്പൊ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്താൽ അവൻ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് മാറുന്നത്. ദൈവത്തിന് എന്താണോ ഇഷ്ടമില്ലാത്തത് അതും കൊണ്ടാണ് അവൻ അവന്റെ രാജ്യം പണിയുള്ളൂ. ശരിയാണോ? മനുഷ്യനെ സ്വതന്ത്രനാക്കി വിട്ടാൽ ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കി വിട്ടാൽ അവൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇപ്പൊ കുറെ നിയമങ്ങൾ, മതത്തിന്റെ നിയമങ്ങളും രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ ഒരു മനുഷ്യനെ വിട്ടേ. നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ സങ്കല്പിച്ചാൽ മതി. ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കൊച്ച്, എന്താ ക്യൂട്ടാന്ന് പറയും നമ്മള്. നമുക്ക് അവനോട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ടോയ് നിങ്ങളൊന്ന് എടുത്ത് മാറ്റി നോക്കി, അവന്റെ ഒറിജിനൽ സ്വഭാവം നിങ്ങളെ അവൻ കാണിച്ചു. അത് മാത്രമല്ല, അവന് നിങ്ങളുടെ അത്ര ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് 2 വയസ്സിന്റെ ബുദ്ധിയും ഒരു 25 വയസ്സിന്റെ ആരോഗ്യം അവൻ ഉണ്ടായിരുന്നെങ്കിൽ, അവൻ കയ്യിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സാധനം എടുത്ത് നിങ്ങളെ തലയ്ക്ക് തെളിച്ച് നിങ്ങളെ കൊന്നിട്ട് ഈ സാധനമായിട്ട് പോയത്. നിങ്ങൾ ചില പിള്ളേര് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് ആ സമയത്ത് ആരോഗ്യമില്ലാത്ത ദൈവത്തിന്റെ കൃപ. അവൻ ഒരുവിധം ആരോഗ്യം വരുമ്പോഴേക്കും നമ്മൾ അവനെ അടിച്ച് ഡിസിപ്ലിൻ ചെയ്ത് നിരപ്പാക്കി എടുത്തില്ലെങ്കിൽ ഇതുപോലൊരു സാധനം ഉണ്ടാവില്ല. അതാണ് ഹ്യൂമൻ സിൻഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ പാവങ്ങളല്ല എന്ന് പറഞ്ഞ് വിടുന്ന, അവര് പാവങ്ങളല്ല എന്നുള്ളതിന്റെ തെളിവ് അതേ പണി നിങ്ങൾ ചെയ്താൽ നിങ്ങളെ നാട്ടുകാർ വെറുതെ വിടുവോ? വിടുകയല്ല. അപ്പോൾ മനുഷ്യനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ, മതമില്ലാതെ നിയമങ്ങളില്ലാതെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവൻ നന്നാവുകയല്ല ചെയ്യുന്നത്, അവൻ എല്ലാം മുടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതാണ് ഈ പ്രപഞ്ചത്തിന്റെ തത്വം. നശിക്കുക എന്നുള്ളൊരു പ്രപഞ്ചത്തിന്റെ തത്വം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തെറ്റായി പോയ 2 വ്യവസ്ഥകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, പൊളിറ്റിക്കലി ജഡരക്തങ്ങളോട് പോരാടുക എന്നുള്ളതാണ്. ഇവന്മാരെ ഇനി ഭരണത്തിൽ കയറ്റരുത്, ഇവന്മാര് വൃത്തികെട്ടവന്മാര്. ജഡത്തിലുള്ള യുദ്ധം തോറ്റു. ജഡരക്തം കൊണ്ടല്ല നമുക്ക് യുദ്ധം. ഇനി 2, നമ്മുടെ സഭ വെച്ചുള്ള യുദ്ധം, മതം വെച്ചുള്ള യുദ്ധം ഒന്നും ജയിക്കത്തില്ല. കാരണം ഇതൊന്നും ഒരു എഫക്റ്റീവ് വിറ്റ്നസ് ഉണ്ടാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ വിറ്റ്നസ് ഈ നാട്ടിൽ, ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ വിറ്റ്നസ് ഉണ്ടാകുന്നത്? അത് ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിലൂടെയാണ്, ആത്മാവ് തരുന്ന ഒരു ജീവിത വ്യവസ്ഥയിലൂടെ മാത്രമേ നമുക്കിതിനെ ജയിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ ആത്മാവ് ആകെ തരുന്ന അന്യഭാഷ. പക്ഷെ ആത്മാവ് തരേണ്ടത് അതല്ല എന്ന് പറയുന്നത് വേണ്ടെന്നല്ല, അതല്ല പ്രധാനമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. ആത്മാവ് തരുന്ന ഒരു ലോക വീക്ഷണമാണ്, വേൾഡ് വ്യൂ ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്.
അതായത് യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ ലോകത്തെ കണ്ടതെന്നുള്ളൊരു ലോക വ്യവസ്ഥ അവരുടെ ഹൃദയത്തിലേക്ക് ഒരു വീക്ഷണം വന്നു കഴിഞ്ഞാൽ അവരെ തകർക്കാനോ തോൽപ്പിക്കാനോ അവരുടെ സാക്ഷ്യത്തെ തടുക്കാനോ ആർക്കും സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ഉണ്ടാകുന്നത്? യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള നീതി വ്യവസ്ഥ, ജീവിത വ്യവസ്ഥ. ആ ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ ഇസങ്ങളെക്കാളും സ്വാതന്ത്ര്യം കൊടുക്കുകയും എന്നാൽ ആത്മാവിനാൽ ഒരു വിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് നൽകുകയും ചെയ്യും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വാട്ട് വുഡ് ജീസസ് ഡു എന്നാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ ഈ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ? ഏറ്റവും അടിയിൽ കിടക്കുന്ന എന്താന്ന് പറയാം? ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ്, കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് എന്താ? സ്വാതന്ത്ര്യം, രസം, സുഖം, എൻജോയ്മെന്റ് ഓഫ് ദ പ്ലഷർ ആണ് ഈ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ആഹാരം കഴിക്കുന്ന വിശപ്പ് മാറാനാണോ അതോ എൻജോയ്മെന്റ് ആണോ? എന്ത് ടേസ്റ്റാന്ന് അറിയാമോ സഹോദര, ആ ഹോട്ടലിൽ നിന്ന് വേണം കഴിക്കാന്ന് പറഞ്ഞ് എന്തോന്നറിയോ? വിശപ്പ് മാറാൻ വേണ്ടി പോകുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ പ്ലഷർ അന്വേഷിക്കുന്നവരാണ്. ഇന്നത്തെ ദോശയ്ക്ക് ഉപ്പ് പോരാൻ സുഖമായില്ല, കാരണം പ്ലഷർ കിട്ടിയില്ല. വിശപ്പ് വയറ് നിറഞ്ഞില്ല എന്നല്ലാണ്, വയറൊക്കെ നിറഞ്ഞു, പക്ഷെ ഉദ്ദേശിച്ച സുഖം കിട്ടിയില്ല. അപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്ന സുഖത്തിന് വേണ്ടി, വസ്ത്രം ധരിക്കുന്ന സുഖത്തിന് വേണ്ടി, ആൾക്കാരോട് സംസാരിക്കുന്ന സുഖത്തിന് വേണ്ടി, പ്രസംഗം കേൾക്കുന്നവരെ സുഖത്തിന് വേണ്ടി അല്ലെ? നിങ്ങൾ പ്രസംഗം കേൾക്കുന്ന ഈ പ്രസംഗം നിങ്ങളെ സുഖിപ്പിച്ചില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. സുഖിപ്പിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ. നമ്മുടെ ലൈഫിലും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തുവാ? എൻജോയ്മെന്റ് ആണ്. ആരാധന, എൻജോയ്മെന്റ്. അത് ഏറ്റവും രസകരമായ കാര്യം. ആരാധന എങ്ങനെ എൻജോയ്മെന്റ് ആയത്? സഹോദരങ്ങളെ, ഈ ഹ്യൂമനിസം കൊണ്ട്, ഹ്യൂമൻ എബിലിറ്റി കൊണ്ട് ഈ അന്ത്യകാലത്ത് ഒരു വിറ്റ്നസ് ഉണ്ടാവില്ല. ഇഫ് വി ആർ ഓൾസോ ഔട്ട് ദെയർ ടു എൻജോയ് ദ വേൾഡ്, അവർ പറയും നിങ്ങൾ വേറൊരു രീതിയിൽ എൻജോയ് ചെയ്യുന്നു, ഞങ്ങൾ വേറൊരു രീതിയിൽ എൻജോയ് ചെയ്യുന്നു. സോ ദേ നെവർ ഗെറ്റ് ദ വേൾഡ് വ്യൂ. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിന്റെ സെന്ററിൽ എന്താ ഉള്ളത്? ഒറ്റ കാര്യമുള്ളൂ. തേജോമയനായ ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹത്താൽ ഈ ഭൂമിയിലേക്ക് വന്നു നമുക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി ശത്രുക്കളായ നമുക്ക് വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദിസ് ഈസ് വാട്ട് വി കോൾ ദ ക്രിസ്ത്യൻ കൗണ്ടർ കൾച്ചർ. ലോകത്തിനൊരു കൾച്ചറുണ്ട്, സമയത്തിനൊരു കോഴ്സ് ഉണ്ട്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു യാത്രയാണ്. ദാറ്റ്സ് വാട്ട് വി കോൾ ദ ക്രിസ്ത്യൻ കൗണ്ടർ കൾച്ചർ. കൾച്ചർ എങ്ങോട്ട് പോകുന്നു അതിന്റെ നേരെ കൗണ്ടർ ചെയ്യുന്ന ഒരു കൾച്ചർ. ഞാൻ പറയാണ്, എൻ്റെ ഭർത്താവ് ഭയങ്കര ശല്യക്കാരനാണ്, പക്ഷെ ഞാൻ ഡൈവോഴ്സ് ചെയ്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് ഹിം ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. ഡൈവോഴ്സ് ഇല്ല. എന്തുകൊണ്ടില്ലാത്ത? എന്തുകൊണ്ടാ കർത്താവ് ഡൈവോഴ്സ് അനുവദിക്കാത്തത്? സ്നേഹിക്കാൻ പറയും. നിന്റെ കയ്യിൽ ആരെയാണോ നിന്റെ തലയ്ക്ക് വെച്ച് കിട്ടിയേക്കുന്നത് അവനെ അല്ലെ അവളെ. ലവ് ഹിം ഓർ ലവ് ഹർ, അതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ലവിനെ ബ്രേക്ക് ചെയ്തിട്ടേ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റും അല്ലേ? ഈ ലവ് പ്രിൻസിപ്പിളിനെ ബ്രേക്ക് ചെയ്യാതെ ആർക്കെങ്കിലും ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമോ? ദൈവത്തെ ലംഘിക്കാതെ ആർക്കും ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അവിടെ ലവ് ഇല്ലാതായി പോണം. ലോകത്തിന്റെ വേൾഡ് വ്യൂവിലോട്ട് പോകണം. എനിക്ക് ആവശ്യത്തിന് കംഫർട്ട് കിട്ടുന്നില്ല, അയാളോട് സംസാരിക്കുമ്പം വേവ് ലെങ്ത് ശരിയാവുന്നില്ല. ദാറ്റ്സ് ദ വേൾഡ് വ്യൂ ലോകത്തിന്റെ. എന്നാൽ നമുക്ക് കർത്താവ് നിൽക്കുന്ന വീക്ഷണം എന്താണ്? ലവ് വൺ അനദർ ജസ്റ്റ് ആസ് ഐ ഹാവ് ലവ്ഡ് യു. അപ്പം നമ്മൾ പറയാ ഡൈവോഴ്സ് വേണ്ട. അപ്പൊ ആൾക്കാർ മതം കണ്ടോ, അവരെന്തോ ഒരു കഷ്ടപ്പെടുന്ന കല്യാണത്തിനകത്ത്. അപ്പോ ഈ കഷ്ടപ്പെടുന്ന ആള് പറയുക അത് കഷ്ടപ്പാടൊന്നുമല്ല, അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്.
എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണ്, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എത്രയോ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത കല്യാണങ്ങളുണ്ട്. അപ്പൊ വേറിട്ട് താമസിച്ചാൽ പോലും, വേറിട്ട് താമസിക്കുന്നതിനെ തെറ്റില്ല, അത്രയും പറ്റില്ലെങ്കിൽ, പക്ഷെ സ്റ്റിൽ ദാറ്റ് ലവ് ആംഗിൾ, ആ ലവ് ആണ് ആ മനുഷ്യനോട്, അതായത് പാപിയായ മനുഷ്യൻ അവൻ നശിച്ചു പോകുന്നതിനോടുള്ള വേദനയാണ് നമ്മുടെ വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് ഇതിനെ സമ്മതിക്കുന്നു എനിക്ക് അറിയാൻ വയ്യ. ക്രിസ്ത്യൻ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് പോലും സമ്മതമല്ല. പിന്നെ നാട്ടുകാരുടെ കാര്യം പറയാനുണ്ടോ? ഒരു കുഞ്ഞു വയറ്റിലുണ്ടായി, ഉടനെ ആ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കാന്നല്ല, എന്റെ കംഫർട്ട് പോയാലും. ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിന് കുറച്ച് ബർത്ത് അനോമലീസ് ഉണ്ടെന്ന് ഡയഗ്നോസിസ് ഉണ്ടായിരുന്നു. അപ്പോ സോണോളജിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു അബോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ കംഫോർട്ടും ഇറക്കി വെച്ചിട്ട് ഈ ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിന്റെ സാക്ഷികളായ നമ്മളൊരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞാൽ നമുക്ക് കംഫോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കംഫോർട്ട് മാറ്റിവെക്കേണ്ട, വേറൊരാൾക്ക് വേണ്ടി കംഫോർട്ട് മാറ്റിവെക്കേണ്ട നമ്മൾ ആ കംഫോർട്ട് കിട്ടാൻ വേണ്ടി കൊല്ലാൻ തുടങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം ഒരു ബിലീവർ ആയിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ദയവായിട്ട് ആരോടും അബോർഷൻ എന്നുള്ളത് സജസ്റ്റ് ചെയ്യരുത്. ഇറ്റ്സ് മെഡിക്കലി റിക്വയർഡ് ഫോർ ഹിം ടു സജസ്റ്റ് അബോർഷൻ ബിക്കോസ് ഇറ്റ് വാസ് എ കോംപ്ലിക്കേറ്റഡ് കേസ്. കാരണം എല്ലാ ജീവികളോടുള്ള സ്നേഹം, കർത്താവിന്റെ ആത്മാവ് വസിക്കേണ്ട മനുഷ്യനോടുള്ള സ്നേഹമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഈ വേൾഡ് വ്യൂ നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും ഇത് വരാൻ ഭയങ്കര പാടാണ്. അപ്പൊ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും അഡ്വഞ്ചറസ് ആണ്. ഒരുത്തർ നിങ്ങൾ ആക്ഷേപിക്കുന്നു, നിക്നെയിം വിളിക്കുന്നു, കളിയാക്കുന്നു. ഞാൻ അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയാം, എന്റെ കർത്താവ് ഇവനും വേണ്ടിയാണല്ലോ കർത്താവെ മരിച്ചത്. ഇവനെ സ്നേഹിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവെ നിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും എന്നെ പഠിപ്പിക്കണം. അവൻ കേൾക്ക പ്രാർത്ഥിക്കില്ല കേട്ടോ, അത് പിന്നെ ഭയങ്കര പ്രശ്നം. ഹൃദയത്തിൽ പറഞ്ഞു ഇവനോട് ക്ഷമിക്കാൻ നീ എന്നിൽ വസിക്കണം. ദ വേൾഡ് വ്യൂ എത്ര മനോഹരം! നിങ്ങൾ എന്റെ മനോഹരത്വം കാണാൻ പറ്റുന്നുണ്ടോ? ഈ പ്ലഷർ പ്രിൻസിപ്പിൾ അങ്ങ് മാറിയിട്ട് ലവ് പ്രിൻസിപ്പിൾ വരുമ്പോഴേക്കും നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പും മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ വിറ്റ്നസ് മാറും. അപ്പൊ സുഖം എന്ന ആംഗിളിന് വേണ്ടിയല്ല, ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ സ്നേഹമാണ് ഏറ്റവും ഉന്നതമായ ഫിലോസഫി. ഞാൻ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഞാൻ സ്വീകരിക്കുമ്പോൾ, ഞാൻ വിശ്വാസിയായി മാറുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്, ഇപ്പോഴും സന്തോഷിപ്പിക്കുന്നത്, എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതും ലോകത്തിൽ ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത, അനുകരിക്കാൻ പറ്റാത്ത, പഠിപ്പിക്കാൻ പറ്റാത്ത ഗോഡ് സെൻട്രിക് ആയിട്ടുള്ള ദൈവ കേന്ദ്രീകൃതമായ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളതാണ്. അത് ഒരു ഫിലോസഫിക്ക് ലോകത്ത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പുനരുത്ഥാനം ചെയ്ത ഒരു കർത്താവിന് മാത്രമേ ഈ വേൾഡ് വ്യൂവിലോട്ട് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇതിന്റെ എല്ലാം കീ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മരിച്ചവനായിരുന്നു, അവൻ പുനരുത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ലോക വ്യവസ്ഥയെ കുറിച്ച് പറയുന്നത്, നമ്മൾ കാണുന്ന ലോക വ്യവസ്ഥ, ലോക വീക്ഷണം, ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണത്തെ കുറിച്ച് പറയുന്നത് ദൈവഭക്തി, മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുടെ മർമ്മം, സമ്മതമാവണ്ണം വലുതായ ദൈവഭക്തിയുടെ മർമ്മം എന്തിനെ കുറിക്കുന്നറിയോ? ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്ന് മരിച്ച് പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയി ആത്മാവിനെ നൽകി നമ്മളെ രക്ഷിക്കുന്ന ആ ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് ദൈവഭക്തിയുടെ മർമ്മം. ഇനി എങ്ങനെയാണ് ഈ ഹ്യൂമൻ കൾച്ചർ സഭയിലേക്ക് കയറി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ ചർച്ച് ലൂസ് ഇറ്റ്സ് വിറ്റ്നസ്? നമ്മുടെ ചർച്ചില്, പെന്തക്കോസ്റ്റ് ചർച്ചിൽ പ്രത്യേകിച്ചും, ഒരു കാലത്ത് ഈ സഭകൾ നടന്നു പോന്നിരുന്നത് കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇന്ന് കൃപാവരങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. ഇന്ന് നമുക്ക് മനുഷ്യന്റെ കഴിവുകളാണ്
അതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ താലന്ത് പരിശോധന എന്ന് പറയുന്ന സാധനം? പിള്ളേർ അവിടെ ഇരുന്ന് നെടുവീർപ്പിടുന്നത് എനിക്ക് ഇപ്പോഴേ കേൾക്കാം. നമുക്ക് ഈ താലന്ത് പരിശോധന എന്താ സാധനം എന്ന് പരിശോധിച്ച് നോക്കാം. താലന്ത്, ഈ വാക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇംഗ്ലീഷിലൊരു വാക്കാണ്, പക്ഷെ ഈ വാക്ക് ശരിക്കും എവിടെ നിന്ന് വന്നതാണ്? അത് ബൈബിളിലെ ഈ ടാലന്റ് എന്നൊരു പ്രയോഗമുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ഓക്കെ, മതി മതി മതി. അപ്പോ ഇപ്പോൾ ഈ ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാലന്റ് എന്ന് പറയുന്നത് ഒരു മെഷറാണ്, ഒരു മെഷർ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു അളവാണ് ഈ ടാലന്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഒരു 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 600 ഗ്രാം എന്ന് വേണേൽ വിളിക്കാം. ഒരു 600 ഗ്രാം തൂക്കമാണ് ഒരു ടാലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 താലന്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? 5 × 6 600, 3 കിലോ. 3 കിലോ കൊടുത്തു. എന്താ കൊടുത്ത്? അവിടെ ഒന്നുകൂടി വായിച്ചു നോക്കിയ 14-ാം അധ്യായം. തന്റെ സമ്പത്ത്. ആരുടെ സമ്പത്താ? ഈ പോയ വ്യാപാരിയുടെ സമ്പത്താണ്. അവൻ 3 കിലോ ഒരാൾക്കെടുത്ത് കൊടുത്തു. 6×5 30 അല്ലേ? അതെ, 3 കിലോ. വേറൊരുത്തിന് 1.25 കിലോ, വേറൊരുത്തിന് വെറും 600 ഗ്രാം കൊടുത്തു. എന്തായിരിക്കും അത്? സ്വർണമോ എന്തെങ്കിലും ആയിരിക്കും. സ്വർണമോ വെള്ളിയോ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് സ്വർണ്ണ നാണയങ്ങളാണല്ലോ വിനിമയം ചെയ്യുന്നത്, അല്ലേ? ദ്രഹ്മം എന്തെങ്കിലും ആയിരിക്കും. ഒരു ടാലന്റ് എന്താന്ന് നമുക്ക് കണക്കുണ്ടായില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടാലന്റ് എന്ന് പറയുന്നത് കഴിവുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷിലെ ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുകളാണ്. എന്നാൽ ബൈബിളിലെ ടാലന്റ് എന്താണ്? കർത്താവ് അവന്റെ സമ്പത്ത് വിഭജിച്ചു കൊടുക്കുമായിരുന്നു ടാലന്റുകളായിട്ട്. ശരിയല്ലേ? അന്യദേശത്തേക്ക്, കർത്താവ് സ്വർഗത്തിൽ അന്യദേശത്തേക്ക് പോയൊരു വ്യാപാരി, അന്യദേശത്തേക്ക് പോയൊരു വ്യാപാരി എന്ത് ചെയ്തു? അവന്റെ സമ്പത്ത് വിതരണം ചെയ്തു. ഇത് ബൈബിളിൽ വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. കർത്താവ് എങ്ങനെയാണ് ഈ സമ്പത്ത് വിതരണം ചെയ്തതെന്ന്. അത് എന്ത് സമ്പത്താണ്? അത് കർത്താവിന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അത് യെശയ്യാ 53-ലും 54-ലും ഒക്കെ ഉണ്ട്. അവൻ ധനവാന്മാരോട് കൂടെ അവൻ എന്ത് ചെയ്യും? അവന്റെ കൊള്ള പങ്കിടും. ധനവാന്മാരോട് കൂടെയാണ് അവന്റെ അത് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവൻ അധ്വാനിച്ച സമ്പത്ത് അവൻ പങ്കിടുക. എഫേസ്യർ 4 നമുക്ക് നോക്കാം. 7-ാം വാക്യം. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിൽ മീതെ കയറിയവനുമാകുന്നു. അപ്പം കർത്താവ് എന്ത് ചെയ്തു? അവന്റെ ദാനങ്ങളെ ആർക്ക് കൊടുത്തു? ഈ മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. എന്ത് ദാനങ്ങളെ കൊടുത്തതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും. ഇതാ ദാനം. അപ്പം ഇവൻ താഴെ ഇറങ്ങിയെന്നും മുകളിൽ കയറി എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാ? അവൻ ഉന്നതമായ നാമം ലഭിച്ചു. അതിന്റെ കാരണം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ കർത്താവ് ശരിക്കും ഭയങ്കര വേദനയോടെ, കഠിനാധ്വാനത്തോടെ, അനുസരിച്ച് വേർത്ത് ദാഹിച്ച് കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ നീതിയും വിശുദ്ധിയും തേജസ്സും കൃപാവരങ്ങളും യേശുവിന് അർഹതപ്പെട്ട ആ സമ്പത്ത് അവൻ എന്ത് ചെയ്തു? അവൻ നമ്മളെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ ഓരോരോ ശുശ്രൂഷകൾ പ്രാപിക്കുന്നത്.
കഴിവ് വെച്ചല്ല, കൃപാവരം വെച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, ചില പാസ്റ്റർമാര് പ്രാർത്ഥിക്കുമ്പോൾ കഴിവുള്ളൊരു പാടല്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ചില പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു പാട്ട് പാടാറുണ്ട്, ഭയങ്കര ടച്ചിങ് ആണ്, സൗണ്ട് ഒരു വകയും കൊള്ളത്തില്, പറ ശബ്ദത്തിലായിരിക്കും പാടുന്നത്. പക്ഷെ കേട്ട് കഴിയുമ്പം അതിനകത്ത് ആത്മാവിന്റെ ഒരു ഫീൽ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നു, ഒരു സുവിശേഷകൻ എന്ന് പറയുന്നു, സുവിശേഷകന്റെ കൃപാവരമുള്ള ഒരുത്തം എന്ന് പറയുന്നു, കർത്താവ് നിനക്ക് വേണ്ടിയാണ് മരിച്ചെന്ന് പറയുമ്പോൾ അതിനകത്ത് ആത്മാവിന്റെ ഒരു എഫക്റ്റീവ് പ്രൊഡക്ഷൻ ഉണ്ട്. ഉപദേഷ്ടാവിന്റെ കൃപാവരമുള്ള ഒരാൾ വചനം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ദൈവം അയാളിലൂടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഗോഡ്സ് ഗിഫ്റ്റ്. ഒരു ഇടയൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് കർത്താവ് തന്ന പരിപാലനപരമാണെങ്കിൽ ഇടയൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആടിനെ പരിപാലിക്കാൻ ഇടയന് ദൈവം കൃപ കൊടുത്തിരിക്കും. ബിക്കോസ് ദിസ് ഈസ് ഗിഫ്റ്റ്. ഇങ്ങനെ അനേകം ഗിഫ്റ്റുകളിലൂടെയാണ് ഒരു സഭ നടത്തപ്പെടേണ്ടത്, കഴിവ് വെച്ചിട്ടല്ല. അവൻ ഇംഗ്ലീഷ് അറിയാമോ, അവന് BD ഉണ്ടോ, MDH ഉണ്ടോ, ഇതൊക്കെ നോക്കിയാണ് നിങ്ങൾ ശുശ്രൂഷകരെ നിയമിക്കുന്നത്. എനിക്കുണ്ട് MDU എന്ന് പറഞ്ഞൊരു സാധനം. MDUവിന്റെ ഫുൾ ഫോം എന്താണെന്ന് കേട്ടപ്പോഴാണ്, ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഈ പരിപാടി നിർത്തിയേക്കാന്ന് ആലോചിച്ചത്. മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണെന്നറിയോ? ദൈവത്വത്തിന്റെ ആശാൻ. ഇത് പഠിച്ചിറങ്ങുമ്പോൾ എനിക്ക് ദൈവത്തോട് ഭക്തി പോലും ഇല്ല. ഇങ്ങനെ മനുഷ്യനെ ക്വാളിഫൈ ചെയ്യുവാണ് അവൻ ഭയങ്കര. അപ്പൊ എന്ത് സംഭവിക്കുന്നല്ലോ, ഈ ലോകപരമായ ബുദ്ധിയുള്ള ഒരു സഭയ്ക്കകത്ത് ഭരിക്കാൻ തുടങ്ങി കഴിയുമ്പം പതുക്കെ പതുക്കെ നമ്മൾ ബാബിലോൺ പണിതു വയ്ക്കും സഭയ്ക്കകത്ത്, നമ്മൾ അറിയില്ല. ഇന്ന് മുഴുവൻ മനുഷ്യനുണ്ടാക്കിയ ബാബേൽ ഗോപുരങ്ങൾ അവന്റെ സമ്പത്ത് വെച്ചും കഴിവ് വെച്ചും. ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ, സഭയുടെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ട് ചിരി വന്നിട്ടുണ്ട്, ചിരി സങ്കടം വന്നിട്ടുണ്ട്. അയാൾക്ക് ഭയങ്കര അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ആണത്രേ, അതുകൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്യാം. ഓരോ എബിലിറ്റി ഇല്ലാത്തവനെ അന്വേഷിച്ചുകൊണ്ട് ദൈവം നടക്കുന്നു. അവന്റെ എബിലിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി, കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി യാതൊരു മെറിറ്റും ഇല്ലാത്തവനെ കർത്താവ് അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ ശൗരിനെ പോലെയുള്ളവരെ രാജാവാക്കി മനുഷ്യത്വത്തെ ആഘോഷിക്കുക. ഈ മനുഷ്യത്വം, മാനവികത, അതാ പോസ്റ്റ് മോഡേൺകാർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധനം സഭയ്ക്കകത്ത് ഭയങ്കര ശക്തമായിട്ട് വളർന്ന് എന്ത് സംഭവിച്ചെന്നറിയോ? ഇന്ന് കൃപാവരങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സഭ പോയി. അപ്പോൾ സഭയ്ക്ക് ശരിക്കും എഫക്റ്റീവ്ലി കർത്താവ് എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയില്ല, എന്തിനു വേണ്ടി നിൽക്കുന്നതെന്നറിയില്ല, വചനം പഠിപ്പിക്കപ്പെടുന്നില്ല, സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹിയർ ഓൾസോ ദ ഹ്യൂമനിസം ഹാസ് പെനിട്രേറ്റഡ് ഡീപ്ലി. ഇവിടെ നിന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് ഒരു കാര്യത്തിൽ വേദനയും വേറൊരു കാര്യത്തിൽ ആശ്വാസവും ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദന ഉള്ളത് ആദ്യം പറയല്ലേ. ഇന്നേ വരെ ഒരു സഭയും ഈ പരിജ്ഞാനം വിട്ട് സ്ലിപ്പായ ശേഷം നന്നായി വന്നിട്ടില്ല ലോകത്ത്. അതാണ് വേദനിപ്പിക്കുന്ന കാര്യം. കത്തോലിക്ക സഭയിൽ നിന്ന് മാർട്ടിൻ ലൂതർ വെളി വന്നു, കത്തോലിക്ക സഭ നന്നായില്ല. മാർട്ടിൻ ലൂതർ കുറെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 16 പല വിഭാഗങ്ങൾ ഉണ്ടായി വന്നു, അവരെല്ലാം നന്നായി. പക്ഷേ മാർട്ടിൻ ലൂതർ, ലൂതറൻ സഭ ഇപ്പോഴും മാർട്ടിൻ ലൂതർ പഠിപ്പിച്ച കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. ഈ ബ്രദറിനും ബാപ്റ്റിസ്റ്റും ഒക്കെ ഉണ്ടായി. ബാപ്റ്റിസ്റ്റിനകത്തുനിന്നല്ല, ഈ ഹോളിനെസ് മൂവ്മെന്റിനകത്തൊക്കെ പെന്തക്കോസ് ഉണ്ടായി. സത്യം പറഞ്ഞാൽ അവരതുപോലെ തന്നെ കിടക്കണം. ഒരു സഭയും ചരിത്രത്തിൽ പിന്നോട്ട് വന്ന് ഞങ്ങൾ തെറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട സംഭവമില്ല, സഭാ ചരിത്രത്തിലില്ല. എപ്പോഴും പുതിയ മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറെ കഴിയുമ്പം ഈ ഏദൻ തോട്ടത്തിലേക്ക് പാമ്പ് കയറി വരും. പാമ്പ് കയറുന്നുണ്ട്, വിവരം വേണ്ട, വിവരം. ഇങ്ങനെ ദൈവത്തിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒന്നും നമുക്കൊരു കെട്ടിടം ഉണ്ടാവില്ല. അവിടുത്തെ ചർച്ചിലെ സെമിട്രി ഉണ്ട്, കെട്ടിടമുണ്ട്, നമുക്ക് അത് ഉണ്ടാക്കണം. നമുക്കൊരു ബ്രാൻഡ് വേണ്ടേ, നമുക്ക് എന്താ ലോകം പോലെ ആകണ്ടേ, നമുക്കും വേണ്ട ഒരു രാജാവ്.
അതുകൊണ്ട് മിഷണറിമാരെ അയക്കുന്നില്ല ആരും. സുവിശേഷം പറയാൻ വെളിയിറങ്ങി പോകുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. സാക്ഷ്യം വഹിക്കേണ്ട എന്താണെന്ന് അറിയത്തില്ല. സഹോദരങ്ങളെ, എന്നെ കർത്താവ്, ഞാൻ വിശ്വാസം എന്നവനെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ക്രിസ്തു ജീവനാണ്. ഒരൊറ്റ വാക്യത്തിൽ നമ്മുടെ സാക്ഷ്യം അടങ്ങിയിരിക്കുന്നു. ഹീസ് മൈ ലൈഫ്. ഞാൻ ഇന്നലെ നിങ്ങളോടാണ് പറഞ്ഞതെന്നറിയില്ല, ഞങ്ങളുടെ ഹോസ്റ്റലിനകത്തൊരു വിറ്റ്നസ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വിശ്വാസം വന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലില് കർത്താവിന്റെ വിറ്റ്നസ് ഞങ്ങൾ റേസ് ചെയ്തു. രാത്രി 11:30-12 ഒരു പയ്യൻ, അവനെ തല്ലിപ്പൊളി സ്വഭാവം കാരണം CMS കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുക. ഒന്ന് ആലോചിച്ച് വെക്കണം. CMS കോളേജ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെയും ഡിസ്മിസ് ചെയ്യാത്തൊരു കോളേജ്. അവിടെ നിന്ന് ഒരുത്തനെ പുറത്താക്കണമെങ്കിൽ അവൻ എന്തായിരുന്നു സാധനം എന്ന് ആലോചിച്ചു. ഈ CMS കോളേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലിബറൽ കോളേജ് കേരളത്തിൽ അന്നത്തെ കാലത്ത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ പ്രിൻസിപ്പലിന്റെ തലയില് വെള്ളം പ്ലാസ്റ്റിക് കൂടിനകത്താക്കി പൊട്ടിച്ചൊഴിച്ചവന്മാരാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ പിള്ളേരുടെ ഫ്രീഡം, പിള്ളേരെ തീരുമാനിക്കുന്നത്. അവിടെ നിന്ന് ഒരുത്തനെ പുറത്താക്കണമെങ്കിൽ അവൻ എന്തായിരുന്നു സാധനം. അന്ന് രാത്രി ഒരു 12 മണിയായപ്പോൾ അവൻ എന്റെ ഡോറിന് മുന്നിട്ട് പറയാം, ചേസേ, എന്റെ ജീവിതം നശിച്ചു പോകും, എനിക്ക് രക്ഷിക്കപ്പെടണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ കോളേജ് തീർന്നു, അവൻ അപ്പം വന്ന് 4 വരെ കൊണ്ടുപോകും. എനിക്ക് എങ്ങനെ ഇവനെ രക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ എന്നിട്ട് ഏതോ പുസ്തകമൊക്കെ വായിച്ചിട്ട് രാത്രി അവനുമായിട്ട് മുകളിൽ ടെറസിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു, അവൻ കരഞ്ഞ് നിലവിളിച്ച്, അവൻ എതിരെ പോയി അറിയില്ല കേട്ടോ. ഹി ന്യൂ ഇവിടെ കർത്താവുണ്ട്. കർത്താവിന്റെ അടുത്ത് എനിക്ക് വന്ന എനിക്കൊരു ആശ്വാസം കിട്ടും, എനിക്ക് സത്യത്തിലേക്ക് എത്താൻ പറ്റും. ഒരിക്കലും മാറിപ്പോകാത്ത സത്യമാണ് ക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവൻ നമ്മൾ എവിടെ പോയാലും, ഏത് പ്രൊഫഷൻ ആയിരുന്നാലും, ക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ടാണ്. അത് കാലഗതി അനുസരിച്ച് മാറത്തില്ല. ഈ മതങ്ങൾ അല്ലെങ്കിലും കാലഗതി അനുസരിച്ച് മാറാറില്ല, അല്ലെ? ശരിയല്ലേ? ഏത് ഒരു മതവും കാലഗതി അനുസരിച്ച് മാറാറില്ല. മാറേണ്ടതാണ്, പക്ഷെ മാറില്ല. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ ഒരു വേൾഡ് വ്യൂ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാറേണ്ട കാര്യമില്ല. കാരണം മനുഷ്യത്വത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോം എന്ന് പറയുന്നത് സുഖമല്ല, കംഫർട്ടല്ല, പ്ലഷറല്ല, സ്നേഹമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു സാക്ഷിയാകാൻ പറ്റുന്നറിയോ? ഈ ക്രിസ്തുവിലുള്ള നിർവ്യാജ സ്നേഹത്താലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരുത്തുമായിരിക്കും, പക്ഷെ ആരാണ് ക്രിസ്തു എന്ന് എൻ്റെ കുടുംബത്തിൽ എന്നെ ദൈവം ഏൽപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ, ഹൗ വിൽ യു റിവീൽ ക്രൈസ്റ്റ്? ഓൺലി ബൈ ലവിങ് ദം. പക്ഷെ ഇവിടെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഈ ലവ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു സാധനമല്ല. യു കനോട്ട് ബ്രിങ് ലവ് ഇൻ ടു യുവർ ഹാർട്ട്. യു ഡോണ്ട് ഹാവ് ഇറ്റ്. നമ്മൾ പ്രകൃതിയാൽ ഈ ലോകത്തുള്ള നശിച്ചു പോകുന്ന ജനറേഷൻ പോലെ തന്നെയാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളും ഇതിനനുസരിച്ച് തന്നെ നടന്നവരാ. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവൻ നമ്മൾ ഉയർപ്പിച്ചു, പുതിയൊരു ജീവൻ തന്നു. ഈ പുതിയ ജീവനൊരു പ്രത്യേകതയുണ്ട്. അതിൽ ആത്മാവ് തരുന്ന ജീവനാണ്. ഈ ആത്മാവ് തരുന്ന ജീവനിൽ എന്താ സംഭവിക്കുന്നറിയോ? ആത്മാവ് നമ്മിൽ ഈ പുതിയ ജീവനെ വളർത്തിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിശുദ്ധീകരണത്തിന്റെ ഫലമായിട്ടാണ് സ്നേഹം ഉണ്ടാകുന്നത്. ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം എന്ന് 2 പത്രോസിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ വിറ്റ്നസ് എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ നിന്നുള്ള മോഹം നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. എന്താ ഈ ദിവ്യ സ്വഭാവം? ദിവ്യ സ്വഭാവം എന്തോ? അടുത്ത വാക്യം. അത് നിമിത്തം തന്നെ, ഈ ദിവ്യ സ്വഭാവം നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ
നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോടെ സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയുടെ സഹോദര പ്രീതിയും, സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പൊ എങ്ങനെ നമ്മളൊരു ക്രിസ്ത്യൻ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്? സ്നേഹത്തിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ശരിക്കും നമ്മളുള്ള ക്രിസ്തു ഉണ്ടെന്നുള്ളത് വെളിപ്പെടുന്നത് അൺകണ്ടീഷണൽ ലവ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. ദിസ് ഇസ് എ ടോട്ടലി ഡിഫറെന്റ് വേൾഡ് വ്യൂ. നരേന്ദ്രമോദിയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഒരു ഫണ്ടമെന്റലിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനമന്ത്രിയാണ്. മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇങ്ങനെയൊക്കെ പല വ്യൂ പോയിന്റ്സ് വേണം. പക്ഷെ ക്രിസ്ത്യാനിയുടെ വ്യൂ എന്താണ്? വി ലവ് ഹിം ബിക്കോസ് ഹി ഈസ് സമ്മൺ ഹു നീഡ്സ് സാൽവേഷൻ. ജീസസ് ഡൈഡ് ഫോർ ഹിം, ഐ ബിലീവ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ സ്നേഹമേ ഉള്ളൂ. കാരണം എനിക്കറിയാം എന്നിലുള്ള ഈവിൽ മാത്രമേ എല്ലാവരിലും ഉള്ളൂ. സോ വി ലവ് എവരി വൺ ബിക്കോസ് ദാറ്റ്സ് അവർ പെർസ്പെക്റ്റീവ്. നിങ്ങളൊരാളെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് വി ലവ് ഹിം. കാരണം ദാറ്റ്സ് അവർ വേൾഡ് വ്യൂ. ഓക്കെ, അപ്പൊ നഷ്ടം വരുമ്പോൾ വി ഹാവ് അവർ വേൾഡ് വ്യൂ. എന്ത് നശിച്ചു പോയാലും കുഴപ്പമില്ല. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ പണ്ട് എന്നെ പക്കർത്ത പഠിപ്പിക്കുന്നു വേൾഡ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കേണ്ടതാണ്. ഈ ലോക വ്യവസ്ഥ, ലോക വീക്ഷണം. ഞാൻ ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് തെറ്റാട്ടോ, ലോക വീക്ഷണം എന്നാണ് പറയുന്നത്, വേൾഡ് വ്യൂ. ഒരു ദിവസം ഞാനിത് പറഞ്ഞിട്ടുള്ള കഥയാണ് പലയിടത്തും. ഒരു ദിവസം ഞാൻ എൻ്റെ കാറില് കോട്ടയത്തിനടുത്ത് ഞാലിയാകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ പോകുമായിരുന്നു. അപ്പൊ ഞാലിയാകുഴി ജംഗ്ഷൻ വന്നപ്പം പോലീസുകാരൻ തടഞ്ഞു. ട്രാഫിക് ബ്ലോക്കാണ്. പുറകെ ഒരു ബൈക്ക്, സൂപ്പർ ബൈക്ക്, ഭയങ്കര വലിയ ബൈക്ക് വന്നു എന്റെ വണ്ടിക്ക് ഒറ്റ ഇടിയോ. അപ്പൊ എന്റെ വിൻഡോയിലോട്ട് നോക്കിയപ്പോ രണ്ട് സൈഡിൽ ബമ്പർ ബൾജായിട്ട് വെളി വന്നു. നാച്ചുറലി ഉള്ളിലേക്ക് വരുന്ന എന്തായിരിക്കും? ദേഷ്യം. കാരണം ഞാൻ നിർത്തിയേക്കുന്ന വണ്ടിയാണ്. ഒരു 7,000-8,000 രൂപ ഇന്ന് പോക്കാം അതിന്റെ ഷേപ്പ് കണ്ടിട്ട്. അവൻ ഇടിയും കഴിഞ്ഞിട്ട് എന്റെ സൈഡിൽ വന്ന് നിർത്തി. അവനും പോകാൻ പറ്റില്ല, ഈ പോലീസ് പറഞ്ഞേക്കാം. ഞാൻ അവനോട് വിൻഡോ കാത്തി ചോദിച്ചു എന്തോ പറ്റിയതാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു സാറേ ബ്രേക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു നീ 2 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചിട്ട് അതിന്റെ കൂടെ ബ്രേക്ക് കിട്ടിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. പുള്ളി എന്റെ ഉള്ളിലിരുന്ന് അപ്പോ തന്നെ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു നീ ആരുടെ രാജ്യമാ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? പെട്ടെന്ന് ഈ വേൾഡ് വ്യൂ ഉണ്ടല്ലോ, ഈ വേൾഡ് വ്യൂ, ലോക വീക്ഷണം എന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. എന്റെ കാറിനാണോ ഈ നിൽക്കുന്ന ആത്മാവിനാണോ ദൈവത്തിന്റെ സന്നിധിയിൽ വാല്യൂ? എന്റെ കാറ് മുഴുവൻ അവൻ ഇടിച്ചിട്ടാലും അവന്റെ ആത്മാവ് അതിനേക്കാളും വിലയുള്ളതാണ്. ഇത് ക്രിസ്ത്യാനിക്ക് മാത്രം ചിന്തിക്കാൻ പറ്റും. അവന് മാത്രമേ ആ വ്യൂ ഉള്ളൂ. അവന് മാത്രമേ വേറൊരു ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ ലോകത്തിൽ ഏതെങ്കിലും ഫിലോസഫിക്ക് ഉണ്ടോ? ഇല്ല. അവർക്കങ്ങനെ ഉണ്ടാക്കാൻ പോലും പറ്റിയില്ല, കോപ്പി ചെയ്യാൻ പോലും പറ്റിയില്ല. ഞാനത് എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. 7,000 രൂപയുടെ സങ്കടം ഉണ്ട് എങ്കിൽ പോലും ഞാൻ അവനെ നോക്കി കൈ വീശി ചിരിച്ചു കാണിച്ചു. അവന് ഭയങ്കര അത്ഭുതമായി പോയി. അപ്പോഴേക്കും വണ്ടി വിട്ടു. ഒന്നും പറയാൻ പറ്റില്ല. വിറ്റ്നസ് ജസ്റ്റ് ഫോർ എ മോമെന്റ്. We tell them, I love you more than my car. ഇതാണ് പ്രസന്റിങ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ. ഞാൻ പിന്നെ തോറ്റുപോകും ചെയ്തു കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. ഞാൻ മിടുക്കനാ നിങ്ങൾ വിചാരിക്കരുത്. അതിനുശേഷം ഇതുപോലെ ഒരു കാറിനോട്ട് ഒരാളൊന്ന് വരത്തി പോയപ്പോൾ ഞാൻ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോക്കാരനായിരുന്നു. അതും പുള്ളിയുടെ കുഴപ്പമായിരുന്നു. അങ്ങനെയാണല്ലോ ആക്സിഡന്റ് എല്ലാവരും പറയൂ. പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ വെളിയിറങ്ങി നോക്കി, ടപ്പട്ടപ്പാൻ സൗണ്ട് കേട്ടപ്പോ കാര്യമായിട്ടൊന്നും പറ്റില്ല, ഒരു സ്ക്രാച്ച് മാത്രമേ വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു സാരമില്ല പോട്ടെ, കാരണം പഴയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഈ പഴയ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു സാരമില്ല പോട്ടെ, സാരമില്ലെന്ന്. പുള്ളി സോറി സാർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പോകുന്ന വഴിക്ക് പുറകിരുന്നുണ്ട്, ഓട്ടോയുടെ പുറകിരുന്നു. അവൻ എന്നോട് പറയാം താനൊക്കെ റോട്ടിൽ കൂടെ കാർ ഓടിക്കും, മര്യാദയ്ക്ക് ഓടിച്ചുകൂടെ, നോക്കി ഓടിച്ചുകൂടെ. എനിക്കത് കേട്ടപ്പം എന്റെ കൺട്രോൾ പോയി. വേൾഡ് വ്യൂ ഒന്നും അന്നേരം വർക്ക് ചെയ്യുന്നില്ല. ദൈവത്തിന്റെ കൃപയാൽ ഒന്നും പറഞ്ഞില്ല. പറയാതിരുന്നതിന്റെ കാരണം ഞാൻ റിക്കവർ ചെയ്തതല്ല, ആ മുമ്പിരുന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു എടാ നമ്മുടെ കുഴപ്പം മിണ്ടാതിരിക്കുന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് അവിടെ നിന്ന് അവരങ്ങ് പോയി. ഒന്നും മിണ്ടില്ല കേട്ടോ. തിരിച്ചു വണ്ടിയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്റെ കർത്താവേ ഞാൻ എത്ര അബലനായ ഒരു മനുഷ്യൻ. ആ സമയത്ത് അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു വിറ്റ്നസ് അവന്റെ മുമ്പിൽ ഉണ്ടായനെ.
പക്ഷെ ഞാൻ അവിടെ തോറ്റുപോയി. ഇനി അവനെ എപ്പോഴെങ്കിലും കാണുമോ? കണ്ട അവനെ ഓർക്കുക പോലില്ല ഞാൻ. അപ്പൊ നമ്മുടെ ലൈഫിന് മുമ്പിൽ കൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മുടെ ചെറിയ ലാഭങ്ങൾ നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്ത് തോറ്റുപോകുന്നു. ഇവിടെ ഒരു ക്രിസ്ത്യൻ ഇത്രയും വിചിത്രമായ ലോക വ്യവസ്ഥകൾ സമയത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്തൊരു വ്യവസ്ഥയാണ്. അത് ആത്മാവിന് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. നാളെ നിങ്ങൾ സ്നേഹിക്കാൻ ഇറങ്ങിയാൽ കുറെ നേരം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മടുത്തു പോകും. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിനാൽ സംഭവിക്കുന്നതാണ്. ആത്മാവിന്റെ ഫലമായിട്ട് മാത്രമേ ആ ലോക വ്യവസ്ഥയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ലോക വീക്ഷണം എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് തരുന്ന ജീവനിൽ അധിഷ്ഠിതമാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിൽ ജീവിക്കാന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ബി സ്പിരിറ്റ് ഫിൽഡ്, ഷോ ഫോർത്ത് ക്രൈസ്റ്റ്. അവന്റെ കൃപാവരങ്ങൾ, ആത്മാവിന്റെ ഫലം നമ്മളുടെ വെളിപ്പെടുത്തക്ക രീതിയിൽ ഒരു ലിവിങ് വിറ്റ്നസ് ആയിട്ട് മാറുവാൻ ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.